परमेश्वर ने फिर से ऐसा मिलने के लिए एक मौका दिया, उसलिए प्रभु को धन्यवाद करते हैं। നാം ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. हम एक बहुत ही प्रयास का गुजर रहे हैं। ഈ 21ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞത് തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങളുടെ ഒരു നൂറ്റാണ്ടായി മാറിയിരിക്കുകയാണ്. ये 21वीं सदी जो है हम तमाम लोगों के जीवन में बहुत ही बदलावट का एक सदी बन चुका है। ചരിത്രം പഠിക്കുന്ന അവസരത്തില് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. और जब हम इतिहास देखते हैं तो ऐसी घटनाएं कई मर्तबा हुआ है। എന്നാൽ ഇപ്പോൾ രോഗമെന്നുള്ളത് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് സകല ജീവിത ശൈലിയിലും മാറ്റം വരേണ്ട ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. लेकिन इस संदर्भ में केवल एक बीमारी या एक रोग से बढ़कर हमारी पूरी जीवन की शैली प्रभावित हुआ है, ऐसा एक दौर में हम हैं। ഇനി എന്ത് എന്ന് सभी लोगों का सवाल है, अब क्या, आगे क्या। എന്നാൽ ദൈവമക്കൾക്ക് ദൈവം ഒരു പ്രത്യേക അവസരം നൽകിയിരിക്കുകയാണ്. लेकिन परमेश्वर के लोगों के लिए परमेश्वर ने एक अलग सा एक खास अवसर दिया है। നാം ഒന്ന് നമ്മെ തന്നെ വിചിന്തനം ചെയ്യുവാൻ, हम अपने आप की निरपेक्षा करने, हमें तैयार होने के लिए, കർത്താവിന്റെ നാളുകൾക്ക് വേണ്ടി കാത്തിരിക്കുവാൻ, परमेश्वर की आगमन के लिए इंतजार करने के लिए। ഇന്നലെ നമ്മള് കുറിവാക്യമായിട്ട് എടുത്ത എഫേസ്യ ലേഖനം 5ാം അധ്യായത്തിന്റെ 27ാം വാക്യത്തിൽ ഇപ്രകാരമാണല്ലോ നാം കണ്ടത്. कल हमने जो चाबी का वचन लिया एफेसियों के पत्री 5 का 27 में हमने ऐसा देखा, കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനെ തന്നെത്താൻ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. और उसे एक ऐसी तेजस्वी कलीसिया बनाकर अपने पास खड़ी करे, जिसमें न कलंक, न झुर्री, न कोई और ऐसी वस्तु हो, वरन पवित्र और അപ്പോൾ അങ്ങനെയെന്ന് വരികില് ഒരു തെറ്റുമില്ലാതെ അല്ലെങ്കിൽ കുറ്റമില്ലാതെ വേർപെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു സഭയെ ചേർക്കുവാനാണ് കർത്താവ് ഒരുങ്ങുന്നത്. तो ऐसा है तो अपने पास ले जाने के लिए वो ऐसी कलीसिया को तैयार कर रहा है जिसमें कोई झुर्री नहीं, पाप या कलंक नहीं। ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇതേ നമ്മള് ദുബായിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നോ നമുക്ക് വരണമെന്നുണ്ട്. നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ കണ്ടീഷൻസ് അനുസരിച്ചാണോ ചെയ്തത് എന്ന് വീണ്ടും ചെക്ക് ചെയ്യുന്ന ഒരു അനുഭവമാണ് ഇന്ന് നമുക്ക് നടക്കേണ്ടത്. जैसे कल मैंने बताया, जब दुबई या किसी बाहर के राज्य से अब भारत में लौट आना है, आपको आपका नाम का पंजीकरण करना होता है। इतना ही नहीं, क्या आपने उस योग्यता के क्रमांक के अनुसार आपने उसको किया है या नहीं, इस बात का निरीक्षण किया जाता है, उसके बाद हमें अनुमति मिलती है। ഇന്ന് ഞാന് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് അതിനോട് ചേർന്നുള്ള വേദഭാഗങ്ങൾ എല്ലാവരും ഇപ്പോൾ വായിക്കുക മാത്രമല്ല, അത് കുറിച്ചെടുക്കുകയും പിന്നീടുള്ള അവസരങ്ങളിൽ അത് ഒന്നുകൂടെ വായിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേക ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. खासकर आप लोगों से प्रेम में अनुरोध करना चाहूंगा, आज जो भी वचन हम लेंगे वो वचन को आप लोग अभी पढ़ ले, इतना ही नहीं, लेकिन उसको कहीं पे आप अंकित करके रखें, ताकि जब मौका मिले उस वचन को फिर दोहराकर आप लोग। ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരേണ്ട മാറ്റത്തിനു വേണ്ടിയാണ് ഞാൻ ഇത് പ്രത്യേകം ഓർപ്പിക്കുന്നത്. ये हम तमाम लोगों के जीवन में एक बदलावट लाने के लिए इसको फिर याद दिलाता हूँ। നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൽ പരിശോധിപ്പാൻ ഇത് മുഖാന്തരമായി മാറണം. हम अपने आप को परमेश्वर के सामने जांचने के लिए ये एक माध्यम बनना है। ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനുള്ളത് എബ്രായ ലേഖനം 4ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. आज हम मगन करने के लिए इब्रानियों की पत्री 4 अध्याय 1 से लेके 3 तक। പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ.
इब्रानियों की पत्री 4 अध्याय 1 से लेके 3 आयत, उसमें ये लिखा है, इसलिए जबकि आपके विश्राम में प्रवेश करने की प्रतिज्ञा अब तक है, तो हमें डरना चाहिए, ऐसा ना हो कि तुम में से कोई जन उससे रहित जान पड़े, क्योंकि हमें उन्हीं की नाई सुसमाचार सुनाया गया है, पर सुने हुए वचन से उन्हें कुछ लाभ न हुआ, क्योंकि सुनने वालों के मन में विश्वास के साथ नहीं बैठा, और हम जिन्होंने विश्वास किए हैं उस विश्राम में प्रवेश करते हैं, जैसे उसने कहा कि मैंने अपने क्रोध में शपथ खाई कि वे मेरे विश्राम में प्रवेश करने न पाएंगे, यद्यपि जगत की उत्पत्ति के समय से उसके काम हो चुके। प्रभु की स्तुति हो। ഇസ്രായേൽ ജനതയെ ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് നടത്തിയ വിധത്തിന്റെ അതിന്റെ അന്ത്യത്തെ കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ വായിക്കുന്നത്. और यहाँ पर ये संदर्भ में जो हमने परिच्छेद को पढ़ा है, इस्राएल के लोगों को मिस्र से निकालकर कनान में जो ले जाने का वो प्रक्रिया था, उसका आखिरी पड़ाव के बारे में है. അവിടെ നിന്ന് യാത്ര തിരിച്ചവര് രണ്ടുപേരൊഴികെ എല്ലാവരും ഈ യാത്രയിൽ അവരെ എന്നേക്കുമായി യാത്ര പറഞ്ഞു. അവർ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. मिस्र से निकाले हुए या मिस्र से निकल कर गए हुए लोगों में से 2 लोगों को छोड़कर बाकी तमाम लोग उस रास्ते में जंगल के सफर में नाश हुए और वो उस विश्राम में प्रवेश नहीं कर पाए. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലെ അതിന്റെ അവസാന വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. इब्रानियों की पत्री 3 अध्याय का आखिरी भाग उसके बारे में परामर्श करता है. 17-ാം വാക്യം 40 ആണ്ട് അവരോട് ക്രുദ്ധിച്ചു, പാപം ചെയ്തവരോടല്ലയോ, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. 17वां आयत, और वह 40 वर्ष तक किन लोगों से रूठा रहा, वह उन्हीं से नहीं जिन्होंने पाप किया और उनकी लोथें जंगल में पड़ी रही. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? अगला आयत, और उसने किनसे शपथ खाई कि तुम मेरे विश्राम में प्रवेश करने न पाओगे, केवल उनसे जिन्होंने आज्ञा न मानी. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. 19वां आयत, तो हम देखते हैं कि वे अविश्वास के कारण प्रवेश न कर सके. ഈ വാക്യങ്ങളിൽ 2 പ്രധാന കാര്യങ്ങളാണ് എബ്രായ ലേഖനകർത്താവാകുന്ന പൗലോസ് അപ്പോസ്തലൻ ये जो आयतों में 2 बातें खासकर ये अध्याय का लेखक पौलुस कहता है. ഒന്ന് അനുസരണക്കേട്, एक जो है उल्लाहना या आज्ञा न मानना, 2 അവിശ്വാസം. दूसरा अविश्वास. ഈ രണ്ടും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഇന്നത്തെ വചന ധ്യാനത്തിൽ നമ്മോട് തന്നെ ചോദിക്കണം. और ये दोनों हमारे व्यक्तिगत जीवन में कैसा है, आज ध्यान करने के बाद ये सवाल करना. അനുസരണവും വിശ്വാസവുമാണ് ദൈവമഹത്വം വെളിപ്പെടുവാൻ ഇടയായി മാറുന്നത്. आज्ञाकारिता और विश्वास है जिस माध्यम से परमेश्वर का काम प्रकाश. നമുക്ക് ദൈവസേനയിലെ ഒരു ഉറപ്പ് പ്രാപിക്കണം, ഞാൻ കർത്താവെ അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുന്ന വ്യക്തിയാണ്. परमेश्वर के सामने मुझे एक भरोसा होना है कि प्रभु मैं आपके सामने पूरी तरह से आज्ञाकारी हूँ. ഇന്നലെ നാം ദൈവവചനം ധ്യാനിച്ചപ്പോൾ എബ്രഹാമിന്റെ ജീവിതത്തിൽ വന്ന പരീക്ഷകളെ എങ്ങനെയാണ് താൻ നേരിട്ടത് എന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കുവാൻ ഇടയുണ്ടായി. कल हमने अब्राहम के जीवन के द्वारा उसने अपने परखे जाने को कैसा सामना किया, ये विषय हमने सीखा. തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ളത് എന്റെ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതായിരുന്നു. उसके जीवन में सबसे मुख्य बात मेरे परमेश्वर का आज्ञा मुझे मानना है. മാത്രമല്ല इतना ही नहीं, വിശ്വാസത്താൽ താൻ സ്വീകരിക്കുന്ന വ്യക്തിയായിരുന്നു. परमेश्वर की उपस्थिति में विश्वास के साथ परमेश्वर की बातों को स्वीकार करने वाला व्यक्ति था. അതിനെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഇസാക്കിനെ യാഗം ചെയ്യുവാൻ കൊണ്ടുപോയപ്പോൾ ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ കഴിയുമെന്നുള്ളതായിരുന്നു എബ്രാമിന്റെ വിശ്വാസം. लूका 3 में ऐसा लिखा है कि अब्राहम का विश्वास ऐसा था, अगर अपने इकलौते पुत्र को बलि चढ़ाना भी पड़ा, वहां जो पत्थर थे उस पत्थरों से वो अपने संतान को उसे उत्पन्न कराता.
അപ്പോൾ എന്താണ് വാസ്തവത്തിൽ വിശ്വാസം? तो विश्वास क्या है? ദൈവത്തെ അനുഭവിച്ചറിയുന്നതാണ് വിശ്വാസം. परमेश्वर को अनुभव करके जानना विश्वास है. നമുക്ക് വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാം, हम विश्वास के बारे में प्रचार कर सकते हैं, എന്നാൽ വിശ്വാസം ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടോ എന്നാ ചോദിക്കേണ്ടത്. लेकिन विश्वास क्या हमारा जीवन का भाग बन चुका है, ये सवाल करना. അത് വേണമെന്ന് വരികിലെ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് നമ്മെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. अगर ऐसा चाहिए तो हमारे दिमाग को परमेश्वर के हाथों में सौंप देना चाहिए. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ गिनती 13वां अध्याय അതിന്റെ 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 28 से लेके 33 तक का आयत को अगर हम पढ़े, അവിടെ ഇസ്രായേൽ ജനതയിൽ നിന്ന് ചിലരെ സെലക്ട് ചെയ്തിട്ട് ഇത് കനാൻ ദേശം ഉറ്റുനോക്കുവാനായിട്ട് പറഞ്ഞയച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. वहां पर हम पढ़ते हैं इस्राएल के कुछ लोगों का चयन किया गया ताकि कनान देश को भेद किया जाए. അവര് തിരിച്ചു വന്ന് പറഞ്ഞ റിപ്പോർട്ട് वो वापस आके जो उन्होंने वो एक रिपोर्ट दिया, 8 പ്രതികൂല സാഹചര്യങ്ങളെ കുറിച്ചാണ് അവര് പറഞ്ഞത്. 8 प्रतिकूल परिस्थितियों के बारे में उन लोगों ने बताया. അതുകൊണ്ട് അവരുടെ കൺക്ലൂഷൻ ഇതായിരുന്നു, നമുക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരിടത്താണ് ദൈവം നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് കഴിയുന്നത്. तो उनकी टिप्पणी ऐसा था कि जहां पर हम नहीं जा सकते, ऐसे जगह पर परमेश्वर हमें ले जाना चाहता है. അതുകൊണ്ട് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ इसलिए गिनती का किताब 14वां अध्याय उसका 1 से जब हम पढ़ते हैं, സഭ മുഴുവനും രാത്രി മുഴുവൻ കരഞ്ഞു. कलीसिया या पूरी मंडली जो है रात भर रोता रहा. 7 പ്രയാസമേറിയ കാര്യങ്ങളെ കുറിച്ചാണ് അവരവിടെ പറയുന്നത്. 7 विषयों के बारे में, मुश्किलात के बारे में वो लोग वहां कहते हैं. അവര് പിറുപിറുത്തു, उन्होंने कुड़कुड़ाया. അവര് പറഞ്ഞു ഇവിടെ മരിച്ചു പോകുന്നതാണ് നല്ലത്, उन लोगों ने कहा यहाँ मर जाना बेहतर है, അല്ല എന്ന് വരികില് നമുക്ക് തിരിച്ചു പോകാം. नहीं तो हम वापस लौट जाएंगे. അതിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 14-4 നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രൈമിലേക്ക് മടങ്ങി പോകുക. 14 का 4 में ऐसा उन लोगों ने कहा, हम अपने आप के लिए एक प्रधान को चुन लेंगे और वापस मिस्र में लौटेंगे. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെ അവിശ്വസിക്കുന്ന ഒരു ജനത. एक रीति से कहा जाए तो परमेश्वर के ऊपर अविश्वास करने वाले लोग. നടക്കാത്ത കാര്യത്തിനെ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവിടെ കഷ്ടപ്പെടുത്തുകയാണ് എന്ന് ദൈവത്തോട് പിറുപിറുക്കുന്നവര്. असंभव या अनहोनी बात को करने के लिए हमें यहाँ लाकर हमारे ऊपर कष्ट डालने वाला. ദൈവം നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്ന നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം എനിക്ക് ഒരിക്കലും കഴിയുകയില്ല എന്നാണ് അവരുടെ സമീപനം. और उनका समीपन ऐसा था, मनोभाव ऐसा था, परमेश्वर ने प्रतिज्ञा दिया हुआ उस देश में मैं कभी प्रवेश नहीं कर सकता. അതുകൊണ്ടാണ് എബ്രായ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ इसीलिए इब्रानियों की पत्री 4 का 3 में हम ऐसा पढ़ते हैं, എന്തുകൊണ്ടാണ് അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിയാതെ പോയത്? क्यों वो लोग उस विश्राम में प्रवेश नहीं कर पाए? കേട്ട വചനം അവർക്ക് പ്രയോജനമായി വന്നില്ല, കാരണം അവരെ അത് വിശ്വാസമായി പരിണമിച്ചില്ല. जो वचन उन लोगों ने सुना था वो वचन विश्वास से उनके हृदय में नहीं बैठा. കേട്ട വചനം they didn't mix with faith. वो जो वचन सुना वो विश्वास के साथ नहीं मिला. അപ്പോൾ നമുക്ക് പറയാം, പ്രായോഗിക തലത്തിലേക്ക് എന്റെ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നാ ഇന്ന് രാത്രി നാം ചോദിക്കേണ്ടത്. तो आज रात को हमें ये सवाल करना है, प्रायोगिक जीवन में मेरा विश्वास. അതിനെ യോശുവയും നൂന്റെ മകൻ യോശുവയും കാലേബും മാത്രമാണ് ഇത് വിശ്വാസത്തോടെ എടുത്തത്. नून का बेटा जोशुआ और कालेब ये 2 ही व्यक्ति थे जिन्होंने इस संदर्भ को विश्वास के साथ देखा. അവരുടെ വാക്കുകൾ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുന്നത്, നമ്മുടെ ദൈവം കാര്യം സാധിപ്പിച്ചു തരും. उनका जो बादशाह जो गिनती 14 में ऐसा लिखा है, हमारा परमेश्वर हमारे लिए ये करके देगा.
അവരുടെ വാക്കുകളെല്ലാം ദൈവത്തെ കുറിച്ചുള്ള ഒരു ബോധ്യമാണ് വെളിപ്പെടുത്തുന്നത്. और वो जब बात करते थे उनके जो बातों में परमेश्वर का विश्वास और विवेक झलकता था। കാരണം നമ്മുടെ കൂടെ ദൈവമുണ്ട്, അവൻ സാധിപ്പിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള ഉറപ്പ്. क्योंकि हमारे साथ परमेश्वर है और वो ये करेगा, उसका भरोसा। പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ ഉൾക്കാഴ്ച എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കണം. प्रिय लोगों, हमारे अंदर विश्वास का जो नजरिया है वो कैसा है, ये इसको सवाल करना। എനിക്ക് കഴിയില്ല, എന്റെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിപ്പാനായിട്ട് കഴിയും. मुझसे नहीं होगा लेकिन मेरा परमेश्वर चमत्कार कर सकता है। അതിനാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എന്നുള്ള ഭാവം മാറേണ്ടിയിരിക്കുന്നു. और इसलिए मेरे जीवन से स्वयं या मैं जो भावना है उसको എപ്പോഴും എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടാമെന്നാണ് വിശ്വസിക്കുന്നത്. कई मर्तबा हमारी समस्या ये है, हम सोचते हैं मैं खुद या हमारी काबिलियत से मैं इसको करूंगा। എന്നാൽ നേരെ തിരിച്ച് നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിപ്പാൻ ഇടയുണ്ടാകണം. उसके एवज में हमें अपने आप को परमेश्वर के हाथों में सौंपना चाहिए। അല്ല എന്ന് വരികിലെ നിത്യരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കഴിയാതെ പോകും. अगर ऐसा नहीं है तो उस अनंत राज्य में हम प्रवेश नहीं कर पाएंगे। സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ 35 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു. गिनती 14:32 से लेके 35 तक का आयत को पढ़ते हैं। നിങ്ങളുടെ ശവം ഈ മരുഭൂമിയിൽ വീഴും, നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവൃത്യഭംഗം വഹിക്കും. ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയും. എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും, ഇവിടെ അവർ മരിക്കും എന്ന് യഹോവയായ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. और अब तक तुम्हारी लोते जंगल में न गल जाए तब तक, अर्थात 40 वर्ष तक तुम्हारे बाल बच्चे जंगल में तुम्हारे व्यभिचार का फल भोगते हुए चरवाही की करते करेंगे। जितने दिन तुम उस देश का भेद लेते रहे, अर्थात 40 दिन, उनकी गिनती के अनुसार दिन पीछे 1 वर्ष, अर्थात 40 वर्ष तक तुम अपने अधर्म का दंड उठाए रहोगे। तब तुम जान लोगे कि मेरा विरोध क्या है। मैं यहोवा यह कह चुका हूँ कि इस बुरी मंडली के लोग जो मेरे विरुद्ध इकट्ठा हुए हैं इसी जंगल में मर मिटेंगे और निसंदेह ऐसा ही करूंगा भी। ഈ വേദവാക്യം നമുക്ക് വളരെ വേദനാജനകമാണ്. ये जो प्रभु का वचन है हमारे लिए बहुत दर्दनाक है। ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ഇങ്ങനെ താൻ തെരഞ്ഞെടുത്ത ജനത്തോട് ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് നമുക്ക് ചോദ്യം ഉണ്ടാകാം. एक रीति से हमारे मन में सवाल आ सकता है, परमेश्वर अपने चुने हुए लोगों के साथ ऐसा कैसा बर्ताव कर सकता है। 2 പ്രധാന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മറന്നു പോകരുത്. दो खास विषयों को आप लोग भूलना नहीं। അനുസരണവും അവിശ്വാസവുമാണ് ഇതിന് മുഖാന്തരമായി മാറിയത്. आज्ञाकारिता या उल्लंघन करना और दूसरा अविश्वास, इन दोनों के वजह से ऐसा हुआ। ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിപ്പാൻ തയ്യാറുണ്ടോ? परमेश्वर को पूरे हृदय से, मन से क्या आज्ञा मानने के लिए तैयार हो? അത് വിശ്വാസത്തോടുകൂടെ പൂർണ്ണ സമർപ്പണത്തോടുകൂടെ ചെയ്യുമെന്ന് വരികിലെ ബാക്കി എല്ലാം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. वो विश्वास के साथ, पूर्ण समर्पण के साथ हम करते हैं तो अन्य तमाम बातों को परमेश्वर हमारे जीवन में करेगा। അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണ മനോഭാവം എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഇന്ന് രാത്രി നാം ചോദിക്കണം. और इसके लिए एक समर्पण मनोभाव क्या मेरा है, हमें अपने आप से ये सवाल करना है। ഈ അധ്യായത്തിന്റെ തന്നെ 37-38 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. इसी अध्याय का 37 और 38वें आयतों को हम पढ़ेंगे। ദേശത്തെ കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരായ പുരുഷന്മാർ യഹോവയുടെ മുമ്പാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. എന്നാൽ ദേശം ഒറ്റുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നെയുടെ മകൻ കാലേബും മരിച്ചില്ല. നിങ്ങള്
Okay, read brother, Hindi. उस देश के वे नामधराई करने वाले पुरुष यहोवा के मारने से उनके सामने मर गए, परंतु देश के भेद लेने वाले पुरुषों में से नून का पुत्र यहोशू और यपुन का पुत्र कालेब दोनों ഈ രണ്ട് പ്രധാന വാക്കുകൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ये दो वचनों को आप लोग ध्यान देना. 37 വാക്യത്തിന്റെ അവസാനത്തിൽ അവിടെ വായിക്കുന്നത് അവർ മരിച്ചു, ദുർവർത്തമാനം പറഞ്ഞവർ മരിച്ചു. 37वें आयत के आखिरी पद में हम देखते हैं, उस भाग में लिखा है नामधराई या उस देश के बारे में बुराई बोलने की वजह से वो मर गए. എന്നാൽ യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും മരിച്ചില്ല. लेकिन नून का पुत्र यहोशू और यपुन्ने का पुत्र कालेब जो है 38वें आयत में लिखा है वो जीवित है. ഞാൻ അതിനെ ചോദിക്കാർ, ആരാണ് വാസ്തവത്തിൽ മരിച്ചത്, ആരാണ് ജീവിച്ചത്? मैं वहां पर सवाल करता हूँ, कौन मरा और कौन जिया? മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തവരാണ് ജീവിച്ചത്, ജീവിക്കാൻ താല്പര്യപ്പെട്ടവരാണ് മരിച്ചത്. जो व्यक्ति मरने के लिए समर्पण किया, अपने आप को सौंप दिया, वो जीवित रहा, और जो जीना चाहा वो मर गया. ഈ വർത്തമാനം പറഞ്ഞ് ദുർവർത്തമാനം പറഞ്ഞവരുടെ ആഗ്രഹം ഞങ്ങൾക്ക് ജീവിക്കണം എന്നുള്ളതായിരുന്നു. जिन्होंने उस देश के बारे में गलत बात को कहा या बुराई की, उनकी इच्छा थी कि वो जीवित रहे. 14 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഇവിടെ മരിച്ചു പോകും, അതുകൊണ്ട് ഞങ്ങളെ ജീവിപ്പാൻ അനുവദിക്കണം, അതുകൊണ്ട് ഞങ്ങൾ ഇതാ മിസ്രൈമിലേക്ക് തിരിച്ചു പോകുവാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. 14 अध्याय के पहले और दूसरे आयत को गौर करेंगे तो वहां पर यह लिखा है, इन लोगों ने कहा कि हमें और अपने बाल बच्चों को हमें वापस मिस्र जाने दो, नहीं तो हम यहाँ पर मर जाएंगे. എന്നാൽ യോശുവയും കാലേബും പറഞ്ഞ് ഞങ്ങൾ മരിക്കുവാൻ തയ്യാറാണ്, ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ മരിക്കുവാൻ തയ്യാറാണ്. लेकिन यहोशू और कालेब का जीवन को अगर हम देखें, उनका ये मानना है हमारे परमेश्वर के लिए हम मरने के लिए तैयार है. നമ്മുടെ ജീവിതത്തിലെ നാം ദൈവത്തിന് വേണ്ടി മരിക്കുവാൻ തയ്യാറാണോ? ജീവിതം നമുക്ക് ദൈവം നൽകി തരും. हमारे जीवन में हम परमेश्वर के लिए क्या मरने के लिए तैयार है? ऐसा है तो जीवन परमेश्वर प्रदान करेगा. ഈ രണ്ട് പ്രധാന വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മത്തായി സുവിശേഷം 10 അധ്യായത്തിന്റെ 39 വാക്യം വായിക്കണം. मत्ती 10:29 को हम पढ़ेंगे, इन दोनों संदर्भों को मन में रखते हुए. മത്തായി സുവിശേഷം 10:39. मत्ती 10:29. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. जो अपने प्राण बचाता है वह उसे खोएगा, और जो मेरे कारण अपने प्राण को खोता है वह उसे पाएगा. मत्ती 10:49. നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, നമുക്ക് ഇവിടെ ജീവിക്കണമോ അതോ നിത്യതയിൽ ജീവിക്കണമോ? हमें एक सवाल करना है कि हमें यहाँ पर जीना है या अनंतता में जीना है. ഇവിടെ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. यहाँ पर जीने के लिए हम तमाम कोशिशों को करते हैं. എന്നാൽ നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഇന്ന് രാത്രി ചോദിക്കണം. लेकिन अनंत जीवन के लिए प्रवेश करने के लिए तैयारी हमारे जीवन में है या नहीं, आज रात का ये सवाल करना. ഈ ലോക ജീവിതം നമുക്ക് സ്വസ്ഥതയുടെ നാളുകളല്ല. यह संसार का जीवन हमारे लिए आराम का समय नहीं है. എന്നാൽ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വിശ്വാസവും അനുസരണവും ആവശ്യമാണ്. लेकिन अगर विश्राम में प्रवेश करना है तो हमें आज्ञाकारिता और विश्वास जरूरी है. അല്ല എന്ന് വരികില് ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുകയാണ്. ऐसा नहीं है तो यहीं पर हमारा जीवन समाप्त हो जाता है. നമ്മള് സംഖ്യാപുസ്തകത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ गिनती की किताब में जब हम वापस लौट आते हैं, അതിന്റെ 26 അധ്യായത്തിന്റെ 63, 64, 65 വാക്യങ്ങൾ വായിക്കാം. 26 का 63 से लेके 65 तक. യെരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനായ എലയാസാരും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹ്റോൻ പുരോഹിതനും
സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോകും എന്ന് യഹോവ അവരെ കുറിച്ച് അരുളി ചെയ്തിരുന്നു. യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. मूसा और एलियाजर याजक जिन्होंने मोआब और अराबा के योराही के पास यर्दन नदी के तट पर इस्राएलियों को गिन लिया, और गिनने हुए लोग इतने ही थे, परंतु जिन इस्राएलियों को मूसा और हारून याजक ने सीने के जंगल में गिना था, उनमें से एक भी पुरुष इस समय के गिनने हुए में न था, क्योंकि यहोवा ने उनके विषय कहा था कि वे निश्चय जंगल में मर जाएंगे। इसलिए युपन्ने के पुत्र कालेब और नून के पुत्र यहोशू को छोड़ उनमें से एक भी पुरुष नहीं बचा। ഇത് വേദനിപ്പിക്കുകയും നമുക്ക് വിഷമം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വേദവാക്യമാണ്. ये हमें दुख और दर्द देने वाला ऐसा दो आयतें हैं। എന്നാല് ഈ ജനതയ്ക്ക് ഒരെണ്ണത്തെ രണ്ടുപേർ ഒഴികെ മറ്റെല്ലാവരും നശിച്ചുപോയി, എല്ലാവരും മരിച്ചുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. तो यहाँ पर हम पढ़ते हैं उन तमाम लोगों में से दो लोगों को छोड़कर बाकी सब लोग जंगल में मर गए। എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? क्यों ऐसा हुआ? അവര് മത്സരികളായി. क्योंकि वो हठीले थे, ദൈവത്തെ അനുസരിക്കുന്നതിനെ അവർ തയ്യാറായില്ല. परमेश्वर की आज्ञा मानने के लिए वो तैयार नहीं थे। അവർ ദൈവവചനം കേട്ടെങ്കിലും അത് വിശ്വാസമായി അവർ മിക്സ് ചെയ്തില്ല, അത് പരിണമിച്ചില്ല. उन्होंने परमेश्वर के वचन तो सुना था, लेकिन सुना हुआ सुसमाचार विश्वास के साथ उनके हृदय में नहीं बैठा। അങ്ങനെയെന്ന് വരികില് ദൈവം ഇന്ന് നമ്മോട് പറയുന്ന ആജ്ഞാപിക്കുന്ന വാക്കുകളെ അനുസരിപ്പാൻ ഹൃദയംഗമമായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മനോഭാവം ഉണ്ടോ എന്ന് ചോദിക്കേണ്ടത്. अगर ऐसा है तो आज जिस वचन को हम सुन रहे हैं उसकी आज्ञाओं को मानने के लिए क्या हम हमारे मन से पूर्णता समर्पण करते हैं या नहीं, ये सवाल हमें रात को करना है। സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനത്തിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. भाइयों बहनों, हमारे जीवन में एक बदलावट की हमारे जीवन को समर्पण करना है। സങ്കീർത്തനം 78-ന്റെ 40-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ भजन संहिता 78 उसका 40 से जब हम पढ़ते हैं, സങ്കീർത്തനക്കാരൻ അന്ന് ഈ യാത്രയെ കുറിച്ച് വിവരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവർ മരുഭൂമിയിൽ മരിച്ചുപോയത് എന്നതിനെ കുറിച്ച് പറയുന്നത് 4 പ്രധാന വാക്കുകളിലൂടെയാണ്. और वहां पर भजन रचने वाला ये जंगल के सफर में ये लोग क्यों मिट गए, इस बात को 4 वचनों में बताता है। 40-ാം വാക്യത്തിൽ പറഞ്ഞു അവർ അവനോട് മത്സരിച്ചു. 40वें आयत में कहा उन लोगों ने उनके साथ बलवा किया, അവനെ ദുഃഖിപ്പിച്ചു. उसको उदास किया। 41-ാം വാക്യത്തില് അവനെ ദൈവത്തെ പരീക്ഷിച്ചു. 41वें आयत में ईश्वर की परीक्षा ली, ദൈവത്തെ മുഷിപ്പിച്ചു. परमेश्वर को खेदित किया। ആ വാക്യം ഒന്ന് വായിക്കാം. 40-41. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു, ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. भजन संहिता 78 उसका 40 और 41, उन्होंने कितनी ही बार जंगल में उससे बलवा किया और निर्जन देश में उसको उदास किया। वे बराबर ईश्वर की परीक्षा करते थे और इस्राएल के पवित्र को खेदित करते थे। നമ്മോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന വാക്കുകളാണ്. हमारे से व्यक्तिगत तौर पर बात करने वाला वचन है ये। ഒരുപക്ഷെ നാം പറഞ്ഞേക്കാം ഞാൻ മത്സരിക്കുന്നില്ലെന്ന്. हो सकता है हम कहेंगे हम बलवा नहीं करते। അനുസരണക്കേട് ഒരു മത്സരമാണെന്ന് അറിയാമോ? क्या आप जानते हैं उल्लंघन करना बलवा है? അവനെ വിശ്വസിക്കാതിരിക്കുന്ന ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതാണെന്ന് അറിയാമോ? परमेश्वर में विश्वास ना करना परमेश्वर को खेदित करता है, उदास करता है। ദൈവിക പദ്ധതിയിലൂടെ പോകാത്തത് ദൈവത്തെ പരീക്ഷിക്കുന്നതാണെന്ന് അറിയാമോ? परमेश्वर की योजना के तहत अगर हम नहीं चलते तो परमेश्वर को परखने के जैसा है। ദൈവത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്തത് അവനെ ദുഃഖിപ്പിക്കുന്ന അനുഭവമാണെന്ന് അറിയാമോ? और परमेश्वर को अपने आप को नहीं सौंपते तो वो उसे दुख देता है, खेदित करता है। കർത്താവേ ഞാൻ അങ്ങയെ അനുസരിക്കാമെന്ന്
उसके बाद परमेश्वर मैं आपका आज्ञा मानूंगा। വ്യക്തിപരമായിട്ട് ചോദിക്കേണ്ടത് എന്റെ വാക്കുകൾക്ക് ഞാൻ അർത്ഥം വാസ്തുവിന്റെ ജീവിതത്തിൽ കൽപ്പിക്കുന്നുണ്ടോ എന്നാണ്. व्यक्तिगत तौर पे हमें ये सवाल करना है, मैं जिस बात को कहता हूँ क्या मेरे जीवन में उस बात का कोई मायना है या नहीं। അതിനുള്ള സമർപ്പണ മനോഭാവം ഉണ്ടോ എന്നാ ചോദിക്കേണ്ടത്. उसके लिए एक समर्पण का मनोभाव है या नहीं। ഈ 4 വാക്കുകൾ ജീവിതത്തെ ഒന്ന് വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് തുലനം ചെയ്യുവാൻ ഇടയുണ്ടാകട്ടെ. इन 4 बातों के सामने हमारी जीवन को एक बार हम मोल के देख ले। മത്സരിക്കുന്നവനാണോ, ദുഃഖിപ്പിക്കുന്നവനാണോ, പരീക്ഷിക്കുന്നവനാണോ, മുഷിപ്പിക്കുന്നവനാണോ? क्या मैं बलवा करने वाला हूँ, क्या मैं उदास करने वाला हूँ, क्या मैं परमेश्वर को परखने वाला हूँ, या मैं परमेश्वर को खेदित करने वाला हूँ। ദൈവാത്മാവ് പല അവസരങ്ങളിൽ നമ്മോട് വ്യക്തിപരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. परमेश्वर ने कई मर्तबा उसकी पवित्र आत्मा के द्वारा हमसे व्यक्तिगत तौर पर भेंट किया है। അപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞു ഞാനല്ല മറ്റൊരാളാകട്ടെ. उन तमाम समय में हमने कहा मैं नहीं, किसी और को होने दो। ഞാന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതിന് മുമ്പേ പലപ്പോഴും എന്റെ അപ്പച്ചന്റെ തന്നെ സന്ദേശം ഞാൻ കേട്ടിട്ടുണ്ട്. मैं सुसमाचार के लिए समर्पण करने के पहले कई मर्तबा मैंने अपने पिताजी का प्रचार को कई बार सुना है। അപ്പോഴെല്ലാം ഞാൻ പറയാറുണ്ട് ഇതൊക്കെ ഉപദേശിമാർ സാധാരണ പറയുന്നതല്ലേ, അതിന് ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്ന്. और हर समय मैं कहता था ये उपदेशी लोग हमेशा ये उपदेश देते हैं, इसके लिए ज्यादा अहमियत देने की कोई जरूरत नहीं। അങ്ങനെ പലപ്പോഴും ഞാൻ മാറ്റിവെച്ചു. ऐसे कई मर्तबा मैंने उसको अलग रखा। എന്നാൽ ഒരവസരത്തിൽ ദൈവാത്മാവ് വ്യക്തിപരമായിട്ട് എന്നോട് ഇടപെട്ടിട്ട് ചോദിക്കുകയാണ്, ഇനിയും നീ മാറ്റിവെക്കുകയാണോ അതോ നീ എന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടുന്നുവോ? और एक मर्तबा परमेश्वर की आत्मा ने मुझे भेंट देकर मुझसे कहा, क्या अभी फिर तू उसे आगे की ओर ढकलेगा या मेरी आज्ञा मानने के लिए तैयार होगा। പാലക്കാട് ജില്ലയിൽ താമസിക്കുന്ന എന്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട്. पालक्काड जिले में रहने वाला मेरा एक निवासी एक दोस्त है। അദ്ദേഹം എന്നോട് കൂടെ പലപ്പോഴും പലയിടങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് വരാറുള്ള ആളാണ്. वो मेरे साथ कई मर्तबा सेवकाई करने के लिए हम साथ निकलते हैं। അന്ന് അദ്ദേഹം നമ്മുടെ കേരള ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. उस समय में केरला ट्रांसपोर्ट यातायात में एक कंडक्टर का नौकरी करते थे। അന്ന് പുള്ളിക്കാരൻ പറയും അതിന് സ്കൂൾ ജോലി കിട്ടിയാല് കുറച്ചുകൂടെ ലീവ് എടുത്തിട്ട് എനിക്ക് എന്റെ കൂടെ വരാമെന്ന് പറയും. तब वो कहते थे अगर मुझे किसी पाठशाला में नौकरी मिलता तो छुट्टी लेकर मैं आप लोग के साथ सेवा के लिए आता। എന്നാല് നല്ല സ്കൂൾ ജോലി കിട്ടി. कुछ समय बाद उन्हें पाठशाला में नौकरी मिला। അവസരത്തിൽ വിവാഹം കഴിഞ്ഞു. उसके बाद शादी हुआ। അപ്പോഴാണ് തനിക്ക് ഒരു കുഞ്ഞ് ലഭിച്ചത്. उस समय में उसको एक बच्चा मिला। ആ കുഞ്ഞ് ജനിച്ച മുതലേ ആ കുഞ്ഞിനെ പരിപാലിക്കേണ്ടതുള്ളതുകൊണ്ട് പുള്ളി ആരംഭത്തിൽ വന്നുകൊണ്ടിരുന്ന പോലെ സുവിശേഷ വേലയ്ക്കൊന്നും പുള്ളിക്ക് വരാനായിട്ടേ കഴിയുന്നില്ല. और बच्चा का परवरिश करने के नाम में पहले जैसे वो सेवकाई में भाग लेते थे वैसा वो आना कम हो गया। അപ്പോൾ എന്നോട് ഫോൺ ചെയ്ത് പറയും, സാറേ ഞാന് ഈ കുഞ്ഞൊന്നും വലുതാകട്ടെ, കാരണം ഈ കുഞ്ഞിനെ ഞാൻ ഭാര്യയ്ക്കും ജോലിയുണ്ട് എനിക്കും ജോലിയുണ്ട്, അപ്പൊ ഞങ്ങൾ വരുമ്പോൾ ഈ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ പിന്നെ വന്നേക്കാമെന്ന്. तो कई मर्तबा मुझे फोन करके कहते हैं कि हम दोनों काम करते हैं और इसलिए आने के बाद बच्चे को थोड़ा ध्यान देना पड़ता है, तो थोड़ा बच्चा बढ़ने दो, उसके बाद हम आएंगे। ദിവസങ്ങൾ നീണ്ടു दिन बीतता गया। അങ്ങനെ കുഞ്ഞുങ്ങള് പിന്നെ പഠനമായി അവര് വിവാഹിതരായി. അപ്പോഴേക്കും ഇദ്ദേഹത്തിന് റിട്ടയർമെന്റിലോട്ട് വന്നു. और उसके बाद बच्चे बड़े हुए, उनका परवरिश हुआ, उनका शादी ब्याह हो गया और तब तक इनका रिटायरमेंट का समय आ गया। അപ്പോൾ കുഞ്ഞുങ്ങള് ഗവൺമെന്റ് പറഞ്ഞു, ഇനി നിനക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല, നല്ല ആയുസ് മുഴുവൻ ഗവൺമെന്റിന് വേണ്ടി പഠിക്കും. अब गवर्नमेंट ने कहा अब आप यहाँ काम नहीं कर सकते, उनकी अच्छी आयु पूरा गवर्नमेंट के लिए दे दिया। അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് ഫ്രീ ആയിട്ട് വരാൻ കഴിയും, ഇപ്പോൾ ഞാൻ റിട്ടയർമെന്റിലല്ലേ. तो उन्होंने कहा कि अब तो मैं निवृत्त हो चुका हूँ, तो अब मैं आराम से आ सकता हूँ, मेरे पास बहुत समय है। കഴിഞ്ഞ ഇടയ്ക്ക് ആ റിട്ടയർമെന്റ് കഴിഞ്ഞ അധികം താമസിച്ചില്ല, പുള്ളിക്കാർക്ക് ഒരു ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായി. അത് നിമിത്തം എനിക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ പുള്ളിക്ക്
നടക്കാൻ വയ്യാത്ത അനുഭവത്തിലായി. रिटायरमेंट के ज्यादा समय नहीं बीता, बीच में उनको एक हृदयाघात हुआ और उसके बाद एंजियोप्लास्टी किया। अगर संक्षेप में कहे तो अब बिस्तर में है, चल भी नहीं सकते। ഞാനിത് പറഞ്ഞതിന്റെ താല്പര്യം, मैं ये कहने का तात्पर्य, ദൈവിക സന്ദർശനങ്ങളെ നാം വെറുതെ കേട്ടിട്ട് കളയുകയാണോ, അതോ ദൈവിക സന്ദർശനങ്ങളുടെ മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു തരുന്ന വ്യക്തിയാണോ? परमेश्वर का जो भेंट हमें होता है या पवित्र आत्मा का जो भेंट हमारे साथ होता है, क्या उसको एक यूं ही भेंट की तरह हम देखते हैं या उस भेंट के सामने हम अपने आप को समर्पण करते हैं? റാന്നിയിലുള്ള എന്റെ ഒരു പ്രിയ സഹോദരൻ പറഞ്ഞു, സാറേ എത്രയും പെട്ടെന്ന് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഒരുങ്ങുകയാണ്, ഞാൻ വരികയാണെന്ന്. रानी में मेरा एक प्रिय मित्र ने कहा कि सर मैं जितनी जल्दी हो सके सेवकाई के लिए निकल रहा हूँ, मैं उसकी तैयारी। ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു വീട്ടിൽ കയറുവാനോ ഒരു ഓപ്പണർ മീറ്റിംഗ് നടത്തുവാനോ നാടുവരെ കൂട്ടുവാനോ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. अभी की एक अवस्था में ना तो आप किसी के घर में प्रवेश कर सकते हैं, ना तो आप खुले में कोई ऐसी संगति कर सकते हैं, या किधर भी जाकर ऐसी सेवा ना करने का ऐसा एक समय है। ഞാനിത് പറഞ്ഞതിന്റെ എല്ലാം താല്പര്യം, ദൈവിക ശബ്ദം കേൾക്കുമ്പോൾ അതിനെ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള സമർപ്പണ മനോഭാവം ഉണ്ടോ എന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. कहने का तात्पर्य ये तमाम बातों को इसलिए कहा कि जब परमेश्वर मुझे अपना वचन या अपना भेंट देता है, तो क्या उसके सामने मैं अपने आप को समर्पण करता हूँ, वो करने के लिए तत्पर रहता हूँ या नहीं, ये सवाल करना है। നാം മത്സരിക്കുന്നവരാണോ? क्या हम बलवा करने वाले लोग हैं? എന്റെ മോള് സ്നാനം എടുത്തത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. आपकी बेटी ने बपतिस्मा 8वीं कक्षा में पढ़ते समय लिया। അതിന് കാരണമായി തീർന്നത് ഞങ്ങൾ ഒരു ചർച്ചിൽ അന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് എന്നെ വിളിച്ചതുകൊണ്ട് അവളും കൂടെ വന്നിരുന്നു. और उसका कारण ये था कि वहां की कलीसिया की वचन का प्रचार करने के लिए मुझे बुलाया था और उसके साथ मेरे साथ वो भी आई थी। അവിടെ വെച്ച് ഒരു അമ്മച്ചി എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ അന്നൊന്നും ഞാൻ അതിന് അവസരം കൊടുത്തു. वहां पर एक माताजी ने उठकर गवाही दिया कि मुझे बपतिस्मा लेने की इच्छा थी, लेकिन उस समय में मुझसे नहीं हुआ। എന്നാൽ ഇപ്പോൾ എനിക്ക് സ്നാനപ്പെടണമെന്നുണ്ട്, പക്ഷെ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ലെന്ന് ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നു. लेकिन अब मुझे बपतिस्मा लेने की इच्छा तो है, लेकिन डॉक्टरों ने कहा है कि मैं पानी में उतर नहीं सकती। കാരണം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വയറ്റിനകത്തു നിന്ന് ഒരു ട്യൂബ്, ഒരു ഔട്ട്ലെറ്റ് ഇട്ടിരിക്കുക. क्योंकि उनका ऑपरेशन हुआ था और उसके कारण उनके पेट से एक ट्यूब डाला। ഇങ്ങനെ ഉള്ളത് കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങിയാൽ അതുവഴി വെള്ളം അകത്തോട്ട് കയറും. അതുകൊണ്ട് അണുബാധ ഉണ്ടാകുന്നതുകൊണ്ട് ഒരിക്കൽ പോലും ചെയ്യാൻ പറ്റുകയില്ല. और क्योंकि वो आउटलेट डाला गया है, पानी में उतरने से उसके जरिए पानी भीतर प्रवेश कर सकता है और ऐसा होने से संक्रमण हो सकता है, इसलिए कभी भी बपतिस्मा नहीं ले सकती। ആ അമ്മച്ചി വളരെ സങ്കടത്തോടെ പറഞ്ഞു, കിട്ടിയ അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത്, ദൈവം തരുന്ന അവസരങ്ങളെല്ലാം അതിൻവണ്ണം ഉപയോഗിച്ചോണം, അല്ലെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്കും ഗതിയായി മാറുമെന്ന്. बहुत दुख के साथ उस माता जी ने बोला, परमेश्वर ने बहुत से अवसर दिए थे, मैंने इस्तेमाल नहीं किया, इसलिए आप लोगों को जब भी मौका मिले आप लोग उसका इस्तेमाल करना, नहीं तो आपकी अवस्था भी मेरे जैसा होगा। അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ മോള് പറഞ്ഞു, എനിക്ക് അടുത്ത ആഴ്ച തന്നെ സ്നാനപ്പെടണം. उसके बाद हम प्रचार के बाद घर लौटते समय आपकी बेटी ने कहा कि मुझे अगले हफ्ते ही बपतिस्मा लेना है, കാരണം എനിക്കറിയില്ല നാളെ എനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന്. क्योंकि मैं नहीं जानती कि कल मेरे साथ क्या होगा। വചനമെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി. वचन सब अच्छे से स्पष्ट रूप से समझ गई। കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള സമർപ്പണവും ഉണ്ട്. परमेश्वर के लिए जीने का समर्पण भी है। എന്നാൽ എന്തിന് ഇനി താമസിക്കുന്നു എന്നുള്ളൊരു ചോദ്യമേ നമ്മുടെ മുൻപാകെ ഉള്ളൂ. तो हमारे सामने केवल यही सवाल है, अब देर क्यों? നാം മത്സരിക്കുന്നവരാണോ? क्या हम बलवा करने वाले लोग हैं? നാം ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരാണോ? क्या हम परमेश्वर को उदास करने वाले लोग हैं? നാം ദൈവത്തെ പരീക്ഷിക്കുന്നവരാണോ? क्या हम परमेश्वर की परीक्षा लेने वाले लोग हैं? നാം ദൈവത്തെ മുഷിപ്പിക്കുന്നവരാണോ? क्या हम परमेश्वर को खेदित करते हैं? ഇങ്ങനെയുള്ളവർക്ക് ആർക്കും ഈ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിയാതെ പോകും.
ऐसे करने वाले कोई भी व्यक्ति उस आराम में, उस विश्राम में प्रवेश नहीं कर पाएंगे। അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാണ്. इसलिए इब्रानी की पत्री में प्रेरित पौलुस ने कहा, उनके जैसा हमने भी सुसमाचार सुना है। അവരുടെ അനുഭവം നമുക്കൊരു മാതൃകയാകട്ടെ. നാം അതിനെ നാം കീഴ്പ്പെടുന്നവരല്ല, അവരെ പോലെ ആകരുത്. നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരാകണം. उनका अनुभव हमारे लिए एक आदर्श और नमूना बने, हम उनके जैसा ना बने, बल्कि जो वचन हमने सुना है उस वचन के सामने अपने आप को समर्पण करने वाले बने। അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ वो जब एक भाग में है, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, पहली कोरिन्थी 10वां अध्याय का 1 से लेके जब आगे हम पढ़ते हैं, അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇസ്രായേൽ ജനതയുടെ അനുഭവത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. वहां पे पौलुस जो है इस्राएल लोगों का अनुभव के बारे में विवरण दिया है। അവിടെ പറയുമ്പോൾ ഇതാ ഇവരെല്ലാവരും തന്നെ ചെങ്കടലിലൂടെ കടന്ന് ചെങ്കടലിൽ സമുദ്രത്തിൽ സ്നാനമേറ്റ മോശയോട് ചേർന്നവരാണ്. दूसरे आयत में लिखा है, ये सब बादल में और समुद्र में मूसा का बपतिस्मा लिया है। അവരെ ആത്മീയ പാറയിൽ നിന്ന് കുടിച്ചവരാണ്. और आत्मिक जल पिया है, സ്വർഗീയ ഭോജനം കഴിച്ചവരാണ്. आत्मिक भोजन खाया है। എന്നാൽ അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. परंतु परमेश्वर उनमें से बहुतों में से प्रसन्न नहीं हुआ, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. इसलिए वे जंगल में ढेर हो गए। ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. ये बात हमारे लिए दृष्टांत ठहरी है। എന്നിട്ട് അവിടെ 6 കൂട്ടം കാര്യങ്ങളാണ് ഇവർക്ക് സംഭവിച്ചത്. അതുകൊണ്ടാണ് അവരെ മരുഭൂമിയിൽ തള്ളിയിടുവാൻ കാര്യമുണ്ടായതെന്ന് പറയുന്നു. उसके बाद वहां पे 6 बातें लिखा है जिस कारण से जंगल में ये लोग मर गए। 1, അവർ ദുർമോഹികളായി. एक, वो लालची थे। 2, അവർ വിഗ്രഹാരാധികളായി. दूसरा, मूर्ति के पूजा करने वाले। 3, അവർ പരിസംഗം ചെയ്തു. और तीसरा, उन्होंने व्यभिचार किया। 4, അവർ ദൈവത്തെ പരീക്ഷിച്ചു. चौथा, परमेश्वर को परखा। 5, അവർ ദൈവത്തിനെതിരായിട്ട് പിറുപിറുത്തു. 5, परमेश्वर के खिलाफ कुड़कुड़ाया, बुड़बुड़ाया। അവർ ദുഷ്ടരായിട്ട് പ്രവർത്തിച്ചു. और उन्होंने दुष्ट या अधर्म के काम को किया। പ്രിയമുള്ളവരെ, ഇത് നമുക്ക് സംഭവിക്കാൻ ഇടയുണ്ടാകരുത്. मसीह लोगों, ये हमारे साथ नहीं होना चाहिए। ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചിരിക്കുന്നതാണ്. ये हमारे लिए दृष्टांत रूप से वहां पर घटना घटा है। എന്തുകൊണ്ട് അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിയാതെ പോയി? क्यों वो लोग विश्राम में प्रवेश नहीं कर पाए? അവരെ സ്നാനമേറ്റവരല്ലേ? क्या उन्होंने बपतिस्मा नहीं लिया था? അവരെ സ്വർഗീയ ഭോജനം കഴിച്ചവരല്ലേ? क्या स्वर्गीय भोजन, आत्मिक भोजन नहीं खाए थे? ഇത് ദൈവികമായ പാറയിൽ നിന്ന് കുടിച്ചവരല്ലേ? आत्मिक चट्टान से पानी पिए हुए थे। എന്നാൽ ഇത് ഇവർക്ക് ദൈവിക സ്വസ്ഥതയിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോവാൻ കാരണം ഈ 6 കൂട്ടം കാര്യങ്ങളാണ്. लेकिन परमेश्वर के विश्राम में प्रवेश न कर पाए या उससे छूट गए, उसका कारण यहाँ पर लिखा हुआ ये 6 कारण है। ആ 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു, നമുക്കോ ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. और उसी अध्याय का 13वें आयत में ऐसा लिखा है, तुम किसी ऐसी परीक्षा में नहीं पड़े जो मनुष्य के सामने से बाहर है, और परमेश्वर सच्चा है, वह तुम्हें सामर्थ से बाहर परीक्षा में न पड़ने देगा, वरन परीक्षा के साथ निकास भी करेगा कि वो तुम सह सको। നാം ഒരു ലക്ഷ്യത്തോടുകൂടെ യാത്ര ചെയ്യുന്നവരാണ്. हम एक लक्ष्य के साथ काम चलने वाले हैं। നമ്മള് ഈ ലോകത്തെ അല്ല ലക്ഷ്യം വെക്കുന്നത്. हम इस संसार को नहीं रखे हुए हैं। നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു നല്ല ദേശമുണ്ട്. हमारे लिए परमेश्वर ने एक अच्छा देश रखा है। ഇവിടെ നമുക്ക് ദുഃഖമുണ്ട്, ഭാരമുണ്ട്, സങ്കടമുണ്ട്. എന്നാൽ ദൈവം ഒരുക്കുന്ന ദേശത്ത് നമുക്ക് സന്തോഷവും സമൃദ്ധിയും ഉണ്ട്.
यहाँ पर दुख है, यहाँ पर कठिनाई है, तकलीफ है, लेकिन परमेश्वर जो राज्य हमारे लिए तैयार कर रहा है वहां पर केवल आनंद है। ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, फिलिपियों के पत्री 3:20 में प्रेरित अपोस्तल ऐसा कहता है, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. हमारा स्वदेश स्वर्ग में है और हम एक उद्धारकर्ता प्रभु यीशु मसीह की वहां से आने की बाट जो रहे हैं। ആ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. उस परमेश्वर के आगमन के लिए बाट जोगने वाले हैं हम में से हर एक व्यक्ति। ആ കാത്തിരിപ്പിൽ നമുക്ക് നഷ്ടപ്പെടുവാൻ ഒരിക്കലും സാധ്യതയില്ല. കാരണം സാധ്യത ഉണ്ടാകരുത്. കാരണം നാം ഒരുക്കത്തോടെ, അനുസരണത്തോടെ, വിശ്വാസത്തോടെ അവനെ അനുഗമിക്കണം. और इस बाट जोने में किसी भी प्रकार का हमें लापरवाही नहीं बरतना है, हमें उस प्रवेश करने से धोखा नहीं खाना है, क्योंकि विश्वास के साथ और आज्ञाकारिता के साथ हमें आगे बढ़ना है। ഇതെല്ലാം നമുക്ക് വിഷമമുള്ള വാക്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വായിച്ചതെല്ലാം. ये जितना भी वचन हमने पढ़ा ये सब हमारे लिए थोड़ा मुश्किल है। അത് ഒരുപക്ഷെ അയ്യോ അതൊന്നും അത്രയും കഠിനമായിട്ട് പറയണ്ട എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. हो सकता है हम सोचे कि इतना कठोरता से या कठिन बातों को कहना नहीं चाहिए था। ഞാൻ കണ്ണൂരിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരിക്കൽ അവിടുത്തെ ഞങ്ങളുടെ കൂട്ടായ്മയിലെ കർത്തൃമേശയ്ക്ക് വേണ്ടിയുള്ള സന്ദേശം കൊടുത്തു. कन्नूर के नजदीक हमारी एक मंडली की इधर मैंने एक दफा एक ऐसा प्रचार और एक संदेश दिया। അവിടെ ഞാൻ പറഞ്ഞു, വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ വേർപാട് അനുഭവിക്കുന്നവരാണ് ഇതിൽ പങ്കാളികളാകേണ്ടത്. वहां पर मैंने कहा व्यक्तिगत तौर में जो अलगावट को बरतते हैं वही लोग इसमें शामिल हो। ലോകത്തോട് അനുരൂപരാകാതെ ദൈവഗീതം അറിഞ്ഞ് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ മാത്രമേ ഇതിൽ പങ്കാളികളാകാവൂ എന്ന്. संसार से अलग होकर संसार के साथ अनुरूप ना होते हुए परमेश्वर की बातों को पूरा आज्ञा मानने वाले ही इसमें शामिल हो। ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ബീഡി വലിക്കുന്നവരോ അല്ലെങ്കിൽ മൂക്കിപ്പൊടി കയറ്റുന്നവരോ അതുപോലെ ഒരു അല്പം ഇത് ഒരു ഡ്രിങ്ക്സ് എടുക്കുന്നവരോ അങ്ങനെയുള്ളവരാരും ഇതിൽ പങ്കാളികളാകരുത്. ഇത് ദൈവത്തിന്റെ ആലോചനയാണെന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കി. बीच में एक अगर बीड़ी पीता हो या नशा करता हो या कोई शराब पीने वाला ऐसा कोई भी व्यक्ति इसमें शामिल नहीं हो, ये परमेश्वर की आज्ञा है, ऐसा मैंने बताया। അവിടെ ഏകദേശം 35 പേര് അന്നത്തെ കർത്തൃമേശയ്ക്ക് ഉണ്ടെന്ന് എന്നോട് പാസ്റ്റർ പറഞ്ഞിരുന്നു. पाव के पासवान ने मुझे बताया था लगभग 35 लोग प्रभु भोज लेने के लिए उस दिन वहां पर मौजूद है। എന്റെ സന്ദേശം കഴിഞ്ഞപ്പോൾ ആകെ 5 പേരെ കർത്തൃമേശയ്ക്ക് വന്നുള്ളൂ. लेकिन मेरे प्रचार के बाद वहां पर सिर्फ 5 लोग प्रभु भोज लेने आगे आए। പാസ്റ്റർ എന്നോട് പറഞ്ഞു, സാറ് ഇത്രയും കഠിനമായിട്ട് പറഞ്ഞതുകൊണ്ടല്ലേ മറ്റുള്ളവർ ആരും എടുക്കാതിരുന്നെന്ന്. तो वहां के प्रचारक ने मुझसे कहा आपने इतनी कठिन बातें बताई इसलिए बाकी लोग आगे नहीं आए। ഞാന് ചോദിക്കുന്നത്, ഈ സത്യവേദപുസ്തകം ഇല്ലാത്ത ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചു. मेरा सवाल, ये सच्चे पवित्र शास्त्र में जो लिखा नहीं है ऐसा कोई बात क्या मैंने कहा है? കർത്താവിന്റെ മേശയാണ്, എന്റെ മേശയല്ല ഇത്. ये प्रभु का बोझ है, परमेश्वर का मेज है, मेरा मेज नहीं है। കർത്താവിന്റെ മേശയില് തന്നെത്താൻ ശോധന ചെയ്തിട്ട് മാത്രമേ പങ്കാളികളാകാവൂ. परमेश्वर के मेज में अपने आप को जांच कर ही हम उसमें सहभागी हो सकते हैं। അല്ല എന്ന് പറയുന്നത് നമുക്ക് തന്നെ നാം ഇത് രോഗവും ദുഃഖവും മരണവും നമുക്ക് തന്നെ നാം കഴിക്കുകയാണ്. ऐसा नहीं तो हम हमारे ऊपर ही दंड लाते हैं और मृत्यु और बीमारी हमारे ऊपर हम ले आते हैं। പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന് ഒരുങ്ങുവാനുള്ള അവസരമാണിത്. प्रिय लोगों, परमेश्वर के सामने अपने आप को तैयार करने का मौका है ये। ഈ ലോക ജീവിതം എത്ര നാൾ നമുക്ക് മുന്നോട്ട് നയിപ്പാൻ കഴിയും നമുക്ക് അറിയില്ല. ये संसार का जीवन और कितना दिन हम ऐसा आगे ले जा सकते हैं हम नहीं जानते। എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കണം, लेकिन एक बात को हमें सुनिश्चित करना है, നാം ഇവിടം വിട്ടാലേ ദൈവസേനയിൽ ചേർക്കപ്പെടണം. हम अगर इस संसार को छोड़ेंगे तो परमेश्वर के पास हमें जुड़ना है। അതാണ് നമ്മുടെ സ്വസ്ഥതയുടെ ദിനങ്ങൾ, അതാണ് സ്വസ്ഥതയുടെ സ്ഥലം. और वो हमारा विश्राम का दिन होगा, वही हमारा विश्राम का जगह होगा। അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഇതേ നാം ഇളക്കമില്ലാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട്
ദൈവത്തിൽ നന്ദിയുള്ളവരായിരിക്കണമെന്ന്. और इसीलिए प्रेरित इब्रानियों की पत्री में कहता है क्योंकि कभी ना हिलने वाला ऐसा राज्य हमें मिलने वाला है, इसलिए हमें धन्यवादी हो। ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറെ കൂടെ ഗഹനമായിട്ടോ അല്ലെങ്കിൽ ഭാരമുള്ളതെന്ന് നമുക്ക് തോന്നിയേക്കാം. अभी मैं जो कहने वाला हूँ हो सकता है थोड़ा प्रयास का या थोड़ा बोझ वाला आप लोग को लगे. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ച ഒരു വ്യക്തിയാണ് മോശയായിരുന്നത്. मूसा जो है परमेश्वर को पूर्ण हृदय से अंगीकार करने वाला आज्ञाकारी व्यक्ति था. നമ്മള് സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഭൂമിയിലെ സകല വ്യക്തികളിൽ വെച്ച് അവൻ മാത്രമാണ് ഇത് നമ്രതയുള്ള വ്യക്തി അല്ലെങ്കിൽ താഴ്മയുള്ള വ്യക്തി എന്ന് നാം വായിക്കുന്നുണ്ട്. गिनती के 12वें अध्याय में हम ऐसा पढ़ते हैं, संसार के तमाम लोगों में से मूसा ही वो व्यक्ति था जो सबसे नम्र और दीन था. എന്നാൽ ദൈവം മോശയോട് പറഞ്ഞത്, നീ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്ന ജനത്തെ അവർ കടക്കും, അവിടെ രണ്ടുപേര് കടക്കും, പക്ഷെ നീ കാണും കടക്കയില്ലെന്ന്. लेकिन परमेश्वर ने मूसा से कहा, तू जिस लोगों का नेतृत्व कर रहा है और अगुवाई कर रहा है उनमें से केवल 2 लोग कनान में प्रवेश करेंगे, तू भी नहीं करेगा. എനിക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ വളരെ വേദനയും സങ്കടവുമാണ് തോന്നാറുള്ളത്. ये भाग जब मैं पढ़ता हूँ तो मुझे बहुत दुख होता है. ഈ 40 വർഷം ഈ ജനവുമായിട്ട് അവരെ നയിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഒരിക്കലും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. 40 साल तक इन लोगों का नेतृत्व कर उनकी अगुवाई करना कभी भी आसान नहीं था. എന്നാൽ ഓരോ അവസരത്തിലെ മോശയ്ക്ക് അവരുമായിട്ട് തന്റെ ടെമ്പർ നഷ്ടപ്പെട്ടു. लेकिन एक मर्तबा पर लोगों के संबंधित मूसा का गुस्सा थोड़ा बाहर हो गया. അത് സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. गिनती का किताब 20 उसका 1 से आगे हम पढ़ते हैं. അവിടെ വാസ്തവത്തിൽ റിയാലിറ്റിയില് ഇവര് വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ മോശയോട് പറഞ്ഞു, ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയാണ്? वहां पर जब उन लोगों को पानी नहीं मिला उस समय उन्होंने मूसा के साथ कुड़कुड़ाया, शिकायत की, तुम हमें क्यों यहाँ ले आए हो? അവര് മോശയ്ക്കെതിരായിട്ട് കൂട്ടം കൂടി. मूसा के खिलाफ वो इकट्ठे हुए. അവർ മോശയോട് കലഹിച്ചു. मूसा के विरोध में उन्होंने बलवा किया. ഞങ്ങൾ മരിച്ചുപോയെങ്കിൽ കൊള്ളായിരുന്നു എന്നായിരുന്നു ഒരു മറുപടി. हम अगर मर जाते तो अच्छा हो जाता, ऐसे उन लोगों ने कहा. അതിന്റെ 5-ാം വാക്യത്തിൽ ഈ വല്ലാത്ത സ്ഥലത്തെ ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രയീമിൽ ഞങ്ങളെ പുറപ്പെടുവിച്ച് എന്തിന്? 5वें आयत में ऐसा लिखा है, और तुमने हमें मिस्र में से क्यों निकालकर इस बुरे स्थान में पहुंचाया है? പിന്നെ നമ്മൾ വായിക്കുന്നത് മോശയും അഹരോനും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ ചെന്ന് കമന്നു വീണു. और उसके बाद हम देखते हैं मूसा और आरोन जो है वो मेल मिलाप वाले तंबू के द्वार में जाकर भूखे मिल गिर गए. യഹോവ അവനെ പ്രത്യക്ഷനായി. और यहोवा उन्हें दिखाई दिया. അതിന്റെ 7-ാം വാക്യം, 7वां आयत, യഹോവ മോശയോട് നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണെ പാറയോട് കൽപ്പിക്ക എന്ന്, എന്നാൽ അത് വെള്ളം തരും. तब यहोवा ने मूसा से कहा, उस लाठी को ले और तू अपने भाई हारून समेत मंडली को इकट्ठा करके उनके देखते उस चट्टान से बातें कर, तब वह अपनी जल देगी. 10-ാം വാക്യം 11, 12, 13 വാക്യങ്ങൾ വായിക്കാം. 10, 11, 12, 13 को पढ़ेंगे. മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പിൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശെ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണെ എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകയില്ല എന്ന് അരുളി ചെയ്തു. ഇത് ഇസ്രായേൽ മക്കൾ യഹോവയോട് കലഹിച്ചതും അവർ അവരിൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ കലഹജലം. और मूसा और आरोन ने मंडली को उस चट्टान के सामने इकट्ठा किया. तब मूसा ने उससे कहा,
हे दंगा करने वाले सुनो, क्या हमको इस चट्टान में से तुम्हारे लिए जल निकालना होगा? तब मूसा ने हाथ उठाकर लाठी चट्टान पर 2 बार मारी और उसमें से बहुत पानी फूट निकला और मंडली के लोग अपने पशु समेत पीने लगे। परंतु मूसा और हारून से यहोवा ने कहा, तुमने जो मुझ पर विश्वास नहीं किया और मुझे इस्राएलियों के दृष्टि में पवित्र नहीं ठहराया, इसलिए तुम इस मंडली को उस देश में पहुंचाने न पाओगे जिसमें मैंने उन्हें दिया है। उस सोते का नाम मरीबा पड़ा, क्योंकि इस्राएलियों ने यहोवा में झगड़ा किया था और वह उनके बीच पवित्र ठहराया गया। ഒരു വിധത്തിൽ പറഞ്ഞാൽ മോശയുടെ ആ ആ വേദന മുഴുവൻ ഈ ജനത്തോടുള്ളതായിരുന്നു. एक तरफ से देखा जाए तो मूसा का जो दर्द था या गुस्सा था वो पूरा इस लोगों के, इस प्रजा के विरोध में था। ദൈവം മോശയോട് പറഞ്ഞത് അവരെ പോയി കൽപ്പിക്കാനേ പറഞ്ഞുള്ളൂ. परमेश्वर ने आज्ञा दिया था बस उस चट्टान से बातें कर। എന്നാൽ മോശ പാറയോട് അടിക്കുന്നതിന് മുമ്പേ ജനത്തെ വിളിച്ചിട്ട് മത്സരികളെ കേൾപ്പിൻ. लेकिन वहां पर मूसा मंडली को इकट्ठा करके बोलता है, लड़ाई करने वालों सुनो। ഒരു വിധത്തിൽ പറഞ്ഞാൽ മോശയുടെ എല്ലാ ദേഷ്യവുമാണ് ഈ പാറയെ അടിക്കുന്നത്. तो मूसा का पूरा गुस्से से वो उस चट्टान को मार। അതുകൊണ്ട് ദൈവം പറയുന്നത്, നിങ്ങൾ ഇസ്രായേൽ കാണുക എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസിക്കായകൊണ്ട് നിങ്ങൾക്ക് ഈ സഭയെ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് ദേശത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. इसलिए परमेश्वर उनसे कहता है, मूसा और आरोन, तुमने जो मुझ पर विश्वास नहीं किया और मुझे इजरायलियों की दृष्टि में पवित्र नहीं ठहराया, इसलिए तुम इस मंडली को उस देश में पहुंचाने न पाओगे। ഞാന് മനസ്സിലാക്കിയത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും മഹത്വം എന്ന് പറഞ്ഞത് താഴ്മയാണ്, വിനയമാണ്, അനുസരണമാണ്. मैंने जो समझा मसीह जीवन का सबसे अहम या प्राथमिक भूमिका हमें नम्र होना है, दीन होना है, ചോദ്യം ചെയ്യാതെയുള്ള അനുസരണം, बिना सवाल किए आज्ञा को मानना, പൂർണ്ണ സമർപ്പണത്തോടെയുള്ള വിശ്വാസം, पूर्ण समर्पण से विश्वास करना, എന്റെ ദൈവത്തിന് വേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. मेरे परमेश्वर के लिए अपने आप को सौंप देना। ഒരു പക്ഷേ എന്തുകൊണ്ട് ദൈവം ഇത്രയും ജനത്തെ നയിച്ച മോശയെ ഇവിടെ ദേശത്തേക്ക് അനുവദിച്ചില്ല? और क्यों परमेश्वर ने मूसा, जिसने इतने बड़ी लोगों को वहां पर अगुवाई किया, उसको क्यों अनुमति नहीं दिया? സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങളൊന്ന് വായിക്കാം. गिनती 27 का 12, 13, 14। അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരി മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അത് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹ്റോനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും. സഭയുടെ കലഹത്തിങ്കൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർ കാണുക വെള്ളത്തിന്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എന്റെ കൽപ്പനയെ മറുത്തത് കൊണ്ട് തന്നെ सीन मरुभूमिയിൽ കാദേശിലെ കലഹജലം അതുതന്നെ. फिर यहोवा ने मूसा से कहा, इस अबारीम नाम पर्वत के ऊपर चढ़, उस देश को देख ले जिसे मैंने इस्राएलियों को दिया है, और जब तू उसको देख लेगा तब अपने भाई हारून के नाई तुम भी अपने लोगों में जा मिलेगा, क्योंकि 3 नाम जंगल में तुम दोनों ने मंडली में झगड़ने के समय मेरी आज्ञा को तोड़कर मुझसे बलवा किया और मुझे सोते के पास उनकी दृष्टि में पवित्र नहीं ठहराया। यह मरीबा नाम सोता है जो सीन नाम जंगल में कादेश में है। ഇതൊരു പക്ഷേ മോശയുടെ ജീവിതത്തെ ഇങ്ങനെ ദൈവം ഇത്രയും ക്രഷ് ചെയ്യേണ്ട അനുഭവം ഉണ്ടോ എന്ന് നമുക്ക് ചോദ്യം ഉണ്ടാകാം. हो सकता है हमारे मन में सवाल आए कि मूसा के जीवन को ऐसे कुचलने के लिए इतना बड़ा पाप उसके जीवन में था क्या? ദൈവത്തിന്റെ മാനദണ്ഡത്തിന്റെ മുൻപാകെ എല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത്. परमेश्वर के मापदंड के सामने सभी व्यक्ति एक समान। ഞാന് അതിനെ കാണുന്നത് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിന് എല്ലാവരും തക്കവണ്ണം പ്രാപിക്കേണ്ടവരാ. जैसे मैं उसके लिए कहता हूँ, हर व्यक्ति जब शरीर में होता है जो भी करता है उसके अनुसार प्रतिफल पाना है। അത് ജനത്തെ കുറിച്ചോ അല്ലെങ്കിൽ
നേതൃത്വ നിരയിലുള്ളവരെ കുറിച്ച് ഒന്നും മാറ്റമില്ല. എല്ലാവരും all are standing on same pedestal. लोगों को या फिर जो नेतृत्व करने वाले हैं या प्रजा, ऐसी कोई भी वहां भेदभाव या पक्षपात नहीं, सभी लोग एक ही पड़ाव में है। ഇതിനെ കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ മോശ പറയുന്നത്, इसके विवरण में मूसा कहता है, ഒന്നാം അധ്യായത്തിന്റെ 37 വാക്യം നമുക്കൊന്ന് വായിക്കാം. पहले अध्याय का 37वां आयत को हम पढ़ेंगे। व्यवस्था विवरण पहला अध्याय का 37वां आयत। യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോടും കോപിച്ച് കൽപ്പിച്ചത്, നീയും അവിടെ ചെല്ലുകയില്ല, നിന്റെ ശുശ്രൂഷകനായ നൂന്റെ മകൻ യോശുവ അവിടെ ചെല്ലും, അവനെ ധൈര്യപ്പെടുത്തുക. ഞാന് ഈ ഭാഗം വായിച്ചിട്ട് പലപ്പോഴും സങ്കടപ്പെട്ടിട്ട് പോയി. इस भाग को पढ़कर कई मर्तबा मुझे दुख हुआ है। കാരണം ഈ ജനത്തെ ഞാൻ ഇത്രത്തോളം കൊണ്ടുവന്നു, കഷ്ടപ്പെട്ടു. क्योंकि मैंने इस लोगों के लिए इतना कष्ट उठाया है, मैं इनका अगुवाई करता हूँ। എന്നിട്ട് എനിക്ക് ഈ ദേശമൊന്നും പോയി കാണുവാൻ പോലും എന്നെ അനുവദിക്കുന്നില്ലല്ലോ. उसके बावजूद मुझे ये देश जाकर देखने का भी अनुमति नहीं है। ദൈവം പറയുന്നത്, no, impossible for you to enter into this land. परमेश्वर कहता है, नहीं, असंभव है तुझे उस देश में प्रवेश करना। അതിന് കാരണം അനുസരണത്തോടെ ദൈവത്തെ വിശ്വസിപ്പാന് അത് നിമിത്തം ദൈവ മഹത്വം വെളിപ്പെടുത്തുവാൻ കഴിയാതെ പോയി എന്നുള്ള ഒറ്റ കാരണമാണ്. और उसका एक ही कारण था, परमेश्वर की आज्ञा का उल्लंघन किया, उस कारण से परमेश्वर की नाम की महिमा न हो पाया। എന്നാൽ മോശയെ കുറിച്ച് നാം കാണുന്നത്, താൻ ദൈവസേനയിലെ ദൈവത്തിന് വേണ്ടി നിലനിന്ന വ്യക്തിയാണ്. लेकिन मूसा के बारे में हम देखते हैं, परमेश्वर के लिए खड़ा हुआ व्यक्ति है मूसा। ദൈവത്തിന് വേണ്ടി ജനവുമായിട്ട് ഇന്റർസീഡ് ചെയ്ത വ്യക്തിയാണ്. परमेश्वर के लिए लोगों के साथ मध्यस्थ किया हुआ व्यक्ति है मूसा। ദൈവം ഇസ്രായേൽ ജനതയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ, കർത്താവേ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞേച്ച് എന്നെ തന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. जब परमेश्वर ने गुस्से में कहा कि मैं तमाम लोगों का नाश कर दूंगा, उस समय इस्राएल के लिए बिचवाई करते हुए, परमेश्वर अगर चाहिए तो मुझे मेरा नाश कर दो, ऐसे अपने आप को समर्पण किया हुआ व्यक्ति था मूसा। ജനങ്ങളിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി കണ്ടപ്പോൾ ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. लोगों में जब नेतृत्व की गुणवत्ता को देखा तो मैं उसके लिए खुश हूँ, ऐसा कहा हुआ व्यक्ति मूसा। സിൻസിയർ ആയിട്ട് കർത്താവിനെ ദൈവത്തിന്റെ ആജ്ഞകൾ അനുസരിച്ച വ്യക്തിയാണ്. सच्चाई के साथ परमेश्वर की आज्ञाओं का पालन किया हुआ व्यक्ति था मूसा। സമാഗമന കൂടാരം പണിയുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം തന്നെ ആജ്ഞാപിച്ചതുപോലെ അതുപോലെ തന്നെ അവൻ ചെയ്തു എന്ന്. और जब उस तंबू को बनाने की बात आई तो हम जानते हैं, परमेश्वर ने कहा जैसा आज्ञा दिया बिल्कुल वैसे ही उसने उस तंबू को बनाया। പക്ഷേ ഒരു കാര്യത്തില് തനിക്ക് തന്റെ ടെമ്പർ നഷ്ടപ്പെടുവാനായിട്ട് കാര്യമുണ്ടായി. लेकिन एक विषय में वो अपने आपा खो बैठा। അവിടെ ദൈവിക മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് പകരം താൻ അവരെ തന്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് വെള്ളം ഇപ്പോൾ തരുമെന്ന് പറഞ്ഞേച്ച് പാറയെ അടിച്ചു. അതുകൊണ്ടാണ് തനിക്ക് നഷ്ടപ്പെട്ടത്. वहां परमेश्वर की महिमा को प्रकट करने के एवज में गुस्से में मैं तुम्हें चट्टान से पानी दूंगा, ऐसा कहकर गुस्से में उस चट्टान को छड़ी से मारा। ആവർത്തന പുസ്തകത്തിലെ ഇതേ സംഭവം 6 തവണ വിവരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. व्यवस्था विवरण में इसी घटना को 6 मर्तबा दिया गया है। ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. व्यवस्था विवरण 3 का 25 से लेके हम पढ़ेंगे। ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എന്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗയുടെ മുകളിൽ കയറി തല പൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കാണുക, ഈ യോർദാൻ നീ കടക്കയില്ല. യോശുവയോട് परंतु इसलिए मुझ पर जाने दे कि यर्दन पार करके उस उत्तम देश को अर्थात उस उत्तम पहाड़ पर लबनान को भी देखने पाऊं। परंतु यहोवा तुम्हारे कारण मुझसे रुष्टि हो गया है
और मेरी न सुनी, किंतु यहोवा ने मुझसे कहा, बस कर, इस विषय में फिर कभी मुझसे बात न करना। किसका पहाड़ की चोटी पर चढ़ जा और पूर्व पश्चिम उत्तर दक्षिण चारों ओर दृष्टि करके उस देश को देख ले, क्योंकि तू इस यरदन के पार जाने न पाएगा। और यहोशू को आज्ञा दे और उसे धाड़स देकर दृढ़ कर, क्योंकि इन लोगों को आगे आगे वही पार जाएगा, और जो देश तू देखेगा उसको वही उनका नीज भाग करा देगा। പ്രിയമുള്ളവരെ, ഈ വാക്യം വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ये आयत को पढ़ना बहुत मुश्किल है। മോശയോട് ദൈവം പറയുന്നത്, ഇനി നീ എന്നോട് ചോദിക്കണ്ട, ഇത് മതി, ഇനി നീ എന്നോട് ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ട. मूसा से परमेश्वर कहता है, बस कर, इस विषय में फिर तू कभी मुझसे बात। കാരണം നീ എന്നെ മഹത്വപ്പെടുത്തുവാൻ, വിശ്വാസത്തിൽ അനുസരണത്തിൽ എന്നെ അനുഗമിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു കൊച്ചു വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. क्योंकि विश्वास में और मेरी महिमा करने को तो एक ही विषय है, लेकिन तू वो नहीं कर पाया। അത്രയും ചെറിയ കാര്യത്തിൽ പോലും ദൈവം മൈന്യൂട്ടായിട്ട് നോക്കുന്നെന്ന് വരികില്ലേ? उतनी छोटी सी बात में भी परमेश्वर अगर बारीकी से देखता है। പ്രിയമുള്ളവരെ, ഞാൻ ഭയപ്പെടുന്നു. प्रिय लोगों, में डरता हूँ। നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവേ, ഇനിയും ഞാൻ റെക്ടിഫൈ ചെയ്യേണ്ട ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെന്ന് വരികില് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ദിനങ്ങൾ നമ്മെ ഏൽപ്പിക്കണം. हमारे जीवन में अगर कोई गति है तो परमेश्वर के हाथों में सौंप कर, मसीह अगर कहीं मुझे सुधारना है, आप मुझे सुधार लेना। इस प्रार्थना के साथ इस उपवास के समय में उसके लिए अपना समय को निकालना। എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കുന്ന നല്ല ദേശത്തേക്ക്, ആ സ്വസ്ഥതയുടെ ദേശത്തേക്ക് പ്രവേശിപ്പാൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ അവയെല്ലാം മാറ്റി തരണമെന്നാ പ്രാർത്ഥിക്കേണ്ടത്. मेरे लिए आप तैयार करने वाले उस जगह में, उस विश्राम नगरी में प्रवेश करने के लिए मेरे अंदर अगर कोई भी घटी या कमी है, मसीह आप मुझे वो सुधारने का मौका देना। പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. पौलुस ने कहा, मैं अपने आप को मार कूट कर दास इसलिए बनाता हूँ ताकि मैं कईयों को प्रचार कर कर मैं खुद अयोग्य ना हो जाऊं। എനിക്ക് മറ്റുള്ളവരോട് പ്രസംഗിക്കാൻ എളുപ്പമാണ്. मुझे दूसरों के प्रचार करना आसान है। ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എനിക്ക് പ്രസംഗിക്കേണ്ട കർത്താവ് എനിക്ക് ജീവിച്ചാ മതിയെന്ന്. मैं कई मर्तबा ऐसा सोचता हूँ, मुझे प्रचार नहीं करना, मुझे बस जीना है। പ്രസംഗിക്കാൻ എളുപ്പമാണ്, ജീവിപ്പാനാണ് ബുദ്ധിമുട്ട്. क्योंकि प्रचार करना आसान है, लेकिन जीना मुश्किल है। ഒരു ദേവദാസൻ പറഞ്ഞു, കർത്താവിന് വേണ്ടി മരിക്കാൻ എളുപ്പമാണ്, പക്ഷെ ജീവിക്കുവാനാണ് പ്രയാസമുള്ളത്. एक प्रभु के दास ने एक बार ऐसा कहा, परमेश्वर के लिए मरना आसान है, लेकिन जीना मुश्किल है। നമ്മുടെ ജീവിതത്തിലെ എങ്ങനെയാണ് ദൈനംദിന ജീവിതം ദൈവവുമായുള്ള ബന്ധത്തിൽ എന്നൊന്ന് വിലയിരുത്താമോ? हमारे जीवन में, हमारी रोजमर्रा की जीवन में परमेश्वर के प्रति हमारा जीवन कैसा है? क्या एक क्षण लेकर हम इसको सोचेंगे? ആദ്യമേ പറഞ്ഞു, നിനക്ക് കാണുവാനായിട്ട് കഴിയുള്ളൂ. പിന്നെ പറഞ്ഞു, ഇവിടെ യോർദാൻ കടക്കയില്ലെന്ന് പറഞ്ഞു. पहला परमेश्वर ने कहा, तुम उसको देख नहीं पाओगे। यहाँ पर कहा, तुम यॉर्दन के पार नहीं जाओगे। ആവർത്തനം 4:21 ഒന്ന് വായിച്ച്. व्यवस्था विवरण 4 का, എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചു, ഞാൻ യോർദാൻ കടക്കയില്ലെന്നും നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന നല്ല ദേശത്തിൽ ഞാൻ ചെല്ലുകയില്ലെന്നും സത്യം ചെയ്തു. ഇവിടെ फिर तुम्हारे कारण यहोवा ने मुझसे क्रोध करके यह शपथ खाई कि तू यरदन पार जाने न पाएगा, और जो उत्तम देश इस्राएलियों का परमेश्वर यहोवा उन्हें उनका नीज भाग करके देता है, उसमें तू प्रवेश करने न पाएगा। കാണുകയില്ല, യോർദാൻ കടക്കയില്ല, ഈ നല്ല ദേശത്തേക്ക് നീ ചെല്ലുകയില്ല. तू देखेगा नहीं, यॉर्दन पार नहीं करेगा, और इस उत्तम देश में तू प्रवेश नहीं करेगा। കർത്താവിന്റെ അടുത്ത് വന്ന ഒരു വ്യക്തിയെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. यूहन्ना 3 में यीशु मसीह के पास आया हुआ एक व्यक्ति के बारे में हम पढ़ते हैं। അവനോട് കർത്താവ് പറഞ്ഞത്,
നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. यीशु मसीह ने उससे कहा, अगर तुम दोबारा जन्म नहीं लेते स्वर्ग राज्य को नहीं देखेगा. ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എന്ന് വരികിലേ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. आत्मा और पानी से अगर तू जन्म नहीं लेता तो स्वर्ग राज्य में तेरे लिए प्रवेश नहीं है. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തത നമുക്ക് ഉണ്ടാകണം. इन दोनों चीजों के बारे में हमें एक व्यक्तता होना है. ഈ ജനനം എന്താണ് നമ്മോട് അറിയിക്കുന്ന വസ്തുത? ये जन्म हमें क्या बताता है? ജനനം എന്ന് പറഞ്ഞത് ഒരു വേർപാടാണ്. जन्म का मतलब एक अलगावट है. ഇത് അമ്മയുടെ വയറ്റിലിരുന്ന കുഞ്ഞ് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടുന്നില്ല, വിഷമിക്കുന്നില്ല, കരയണ്ട. കാരണം അമ്മ കഴിക്കുന്നതിന്റെ എല്ലാ ഭാഗങ്ങളും ഈ കുഞ്ഞിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. एक गर्भवती अवस्था में माँ के कोख में जो बच्चा होता है उसे किसी भी विषय का चिंता करने का कोई भी जरूरत नहीं, क्योंकि माँ जो भी खाती है पीती है उसका पोषण उसे अपने आप मिल जाता है. അതുകൊണ്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും വിഷമമാണ്. तो जन्म का जो बात है वो माँ और बच्चा दोनों के लिए मुश्किल है. ജനിച്ച കുഞ്ഞ് ആരംഭത്തിലെ കരയാൻ ആരംഭിച്ചു. जन्म लेता हुआ बच्चा सबसे प्रथम रोने लगता है. അത് മരണം വരെയും കരച്ചിലാണ്. और वो नवजात शिशु अपनी मृत्यु तक रोता है. ആരംഭത്തിൽ തന്നെ എല്ലാ കാര്യത്തിനും കരയും. सर्वप्रथम तमाम बातों के लिए शैशव में रोता है. വാസ്തവത്തില് ഒരു രക്ഷിക്കപ്പെടുന്ന ജീവിതം എന്ന് പറഞ്ഞത് ഇത് എന്റെ പഴയ ജീവിതത്തെ വിട്ടിട്ട് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പഴയതിനെ ഓർത്തുകൊണ്ടൊരു ദുഃഖത്തിന്റെ അവസ്ഥയാണ്. तो इसी प्रकार हमारा मन फिराव के समय, उद्धार पाते समय मेरे पिछले जीवन को स्मरण करते हुए मेरे उस जीवन को याद कर एक रोना. ഇനി പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു സ്ട്രഗിളിലുള്ള കരച്ചിലാ പിന്നെയുള്ളത്. अब उसके बाद जो रोना है नया जीवन में जो जाने का जो जद्दोजहद है उसका एक रोना. എങ്കിൽ മാത്രമാണ് വീണ്ടും ജനനം പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യം കാണുവാൻ കഴിയൂ. दोबारा जन्म पाओगे तो ही परमेश्वर का राज्य देख पाओगे. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചെങ്കിൽ മാത്രമേ പ്രവേശനമുള്ളൂ. पानी और आत्मा से जन्म लेंगे तो ही प्रवेश मिलेगा. പ്രിയമുള്ളവരെ, ഇത് വ്യക്തിപരമായിട്ട് ഒന്ന് ചോദിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലെ ഈ അനുഭവത്തിലേക്ക് വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. प्रिय लोगों, व्यक्तिगत जीवन में एक सवाल करें, क्या हम इस अनुभव में आ पाए हैं? സ്വസ്ഥതയിലേക്കുള്ള പ്രവേശനം വേണമോ? विश्राम में प्रवेश ഈ നേരോ റോട്ടിലൂടെ, ഈ നേരോ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യണം. ये सकेद मार्ग से ही हमको चलना है. ചിലതിനോട് എന്നേക്കുമായിട്ട് വിട പറയണം. कुछ चीजों को हमेशा के लिए हमें तज देना है. ദൈവിക ആലോചനയ്ക്ക് വേണ്ടി നാം ഏറ്റവും അധികം ശ്രമിക്കണം. നാം നമ്മളോട് കർത്താവെ അങ്ങയുടെ വചനത്തെ പാലനം ചെയ്യുവാനായിട്ട് എനിക്ക് കൃപ തരണമെന്ന് ദൈവസേനയില് ഹൃദയംഗമമായിട്ട് പ്രാർത്ഥനയും നമ്മുടെ ഒരുക്കവും ആവശ്യമാണ്. परमेश्वर की वाणी के लिए सदैव हमें तत्पर रहना है, हमें तैयार रहना है और प्रार्थना करना है कि परमेश्वर हमसे बात करे, वचन रूपे ने परमेश्वर की बातें, उसकी वाणी हमें सुनाई दे. इसके लिए हमें तत्पर रहना है. കഴിഞ്ഞിടയില് ഞാന് ഈ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. पिछले दिनों में यह पढ़ाई के मामले में शिक्षा के बारे में मैं सीख रहा था. ഒരു നല്ല എഡ്യൂക്കേഷനിലോട്ട് വരണമെന്ന് ഒരു കുഞ്ഞിനെ നമ്മൾ മിനിമം 15 to 16 years അവരെ ആ മാധ്യമത്തിലൂടെ കൊണ്ടുപോകണം. एक अच्छी शिक्षा अगर किसी व्यक्ति को प्राप्त करना है तो एक बच्चे को कम से कम 16वें साल की उम्र तक हमें वैसा प्रशिक्षण देना है. അപ്പോഴാണ് അവനെ നമ്മൾ ഈ സമൂഹത്തിലേക്ക് ഒരു നല്ല വ്യക്തിയാക്കി എടുക്കുവാനായിട്ട് കഴിയുന്നത്. तब जाकर उसे समाज में एक अच्छे व्यक्ति के रूप में उसका ढांचा होता है. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് ഒരുവനെ തയ്യാറാക്കി എടുക്കുവാൻ നാം എത്ര സമയം എടുക്കുന്നുണ്ട്? लेकिन परमेश्वर के राज्य में एक व्यक्ति को ले आने के लिए हम कितना समय लेते हैं? നമ്മുടെ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കൽ 1 മണിക്കൂറാണ്. हमारे संडे स्कूल जो होता है
वो सप्ताह में एक बार 1 घंटे का होता है। അതും എല്ലാ കുഞ്ഞുങ്ങളും ഒരേ സമയത്ത് വന്നെങ്കിൽ ഒത്തുകിട്ടിയാൽ അങ്ങനെ നടക്കും. वो भी सभी बच्चे लोग एक साथ एक समय पर आ जाए तो समय मिल जाता है। അതിനെ മാതാപിതാക്കളെ ശ്രമിക്കണം, അധ്യാപകർ ടൈമിൽ എത്തണം, അതുപോലെ തന്നെ അവരെ ഒരുക്കത്തോടെ ആയിരിക്കണം. അങ്ങനെ പല കാര്യങ്ങളും ഇതിന്റെ പുറകിലുണ്ട്. और इसके लिए माता पिता को भी ध्यान देना है, जो सिखाने वाले अध्यापक है उन्हें भी तैयार रहना है। ऐसे इसके पीछे बहुत सी बातों को करना है। എന്നാൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഇതൊന്നും നടക്കാറില്ല. लेकिन कई मर्तबा जो मैं देखता हूँ ये कुछ नहीं होता। മല്ലപ്പള്ളിയിൽ വെച്ച് എന്നെ ഒരു ദേവദാസൻ അവരെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ ക്ലാസ് എടുക്കാൻ വിളിച്ചു. मल्लपल्ली का केरला में मल्लपल्ली नाम जगह में संडे स्कूल के अध्यापकों के लिए एक क्लास लेने के लिए मुझे बुलाया। അദ്ദേഹത്തിന്റെ കീഴിലുള്ള എല്ലാ സഭകളിലും വിവരം അറിയിച്ചു. എന്നോട് പറഞ്ഞു ഏകദേശം നമുക്ക് 80-നും 100-നും ഇടയിലുള്ള ആളുകൾ വരും. और उनके അതൊരു ഫുൾ ഡേ വർക്ക്ഷോപ്പ് ആയിട്ടാണ് നടത്തേണ്ടത് എന്നൊക്കെ. और उनके नेतृत्व में जितने भी कलीसिया आते हैं उन तमाम कलीसियाओं में इतला कराया और उन्होंने मुझे बताया लगभग 80 से लेके 100 अध्यापक आएंगे और ये पूरा दिन का एक कार्यशाला के जैसा इसको चलाना है। ഞാനും എന്റെ ഭാര്യയും കുറെ മെറ്റീരിയൽസുമായിട്ട് ഇവരെ തയ്യാറാക്കാനായിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. आप और आपकी पत्नी कुछ सामान लेकर वहां पर इनको सज्ज करने के लिए वहां पहुंचे। ആ പാസ്റ്റർ 100 പേർക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. और उन्होंने 100 लोगों के लिए खाना वगैरह तैयार किया हुआ था। എന്നാൽ ക്ലാസ്സിന് വന്നത് വെറും 6 പേര്. लेकिन क्लास के लिए केवल 6 लोग आए പാസ്റ്റർ ഭയങ്കര സങ്കടത്തിലായി. और पास्टर बहुत ही दुखी हुआ। എന്തുകൊണ്ടാ ആരും വരാതെ പോയത്? क्यों कोई नहीं आया? ഇത് കൊച്ചുപിള്ളേരുടെ പരിപാടിയല്ലേ, ഇതിനൊക്കെ നമ്മൾ പോണോന്ന്. ये छोटे बच्चों का काम है ना, इसमें हमें जाना है क्या? അവരുടെ പോകേണ്ട വഴിയിൽ വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. हमारे बच्चों को जिस मार्ग में उन्हें चलना है उस मार्ग में प्रशिक्षण और चलाने का जिम्मा प्रभु ने हमें दिया है। അവരെ കൂടെ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാനുള്ള കടപ്പാട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. उन्हें भी अनंतता में पहुंचाने का एक कर्तव्य जिम्मेदारी हमको दिया है। ഞാൻ വിവാഹം നടത്തുമ്പോൾ ആ സഹോദരനോട് സഹോദരിയോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. आप जब शादी कराता है तो भाई और बहन से ये सवाल करते हैं, പ്രിയ സഹോദര, നിന്റെ വലഭാഗെ നിൽക്കുന്ന പ്രിയ സഹോദരിയെ ദൈവസനയിൽ എത്തിക്കുവാനുള്ള ഒരുക്കപ്പാടിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്? प्रिय भाई आपके दाहिने और खड़ी हुई इस आपकी पत्नी को स्वर्ग में ले जाने की तैयारी में आप हो या नहीं? നിന്റെ അടുത്ത് നിൽക്കുന്ന പ്രിയ സഹോദരനോട് ഇതേ നല്ല വാക്ക് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് ദൈവവചനത്തിൽ ഉറപ്പിച്ച് ദൈവപക്ഷത്തേക്ക് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുമോ എന്ന് ഞാൻ സഹോദരിയോട് ചോദിക്കാറുണ്ട്. और बहन से भी पूछता हूँ कि क्या आप आपकी संयमता के साथ, धीरज के साथ वचन को पढ़ाकर वचन में तृप्त होकर और वचन के द्वारा आपके इस भाई को परमेश्वर के पास अनंतता में पहुंचाने का जिम्मा क्या आप लेते हो? നാം എങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം നാം പണിയപ്പെടുന്നത്? हमारे मसीही जीवन, हमारा जो पारिवारिक जीवन का निर्माण हम कैसे करते हैं? നമുക്ക് എന്തിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്? हमें किसके बारे में, किस विषय में हम बातचीत करते हैं? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ഇടപെടൽ എന്റെ ജീവിതത്തിൽ ഇന്നത് ഉണ്ടായിട്ടുണ്ട് എന്ന് എന്റെ മകനും മകളും അറിഞ്ഞിട്ടുണ്ടോ? हमारे रोजमर्रा के जीवन में परमेश्वर का ऐसा भेंट मुझे साथ हुआ है, क्या हमारे बच्चे इसको जान चुके हैं? പ്രിയമുള്ളവരെ, നമ്മെ വേദനയോടെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ് മോശയ്ക്ക് ഇത് സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. प्रिय लोगों, बड़े दर्द से हमें इस भाग को पढ़ना पड़ता है जहाँ पर लिखा है कि मूसा जो है उस विश्राम में प्रवेश नहीं कर पाया। മോശയെ നമ്മള് മറുരൂപാമലയിൽ വെച്ച് കർത്താവിന്റെ മറുരൂപാമലയുടെ അനുഭവത്തില് നാം കാണുന്നുണ്ട്. मूसा को जो है वो बदलावट की उस पर्वत पर यीशु मसीह के साथ हम देखते हैं। എന്നാല് താൻ നടത്തിയ ജനവുമായിട്ട് തനിക്ക് ആ ദേശത്തേക്കൊന്ന് പ്രവേശിപ്പാനായിട്ട് അനുവദിക്കാതെ പോവാൻ കാര്യമുണ്ടായത് ദൈവത്തെ അവരുടെ മുൻപാകെ താൻ മഹത്വപ്പെടുത്തിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. लेकिन अपने अगुवे किए हुए लोगों के साथ
वो उस प्रदेश में प्रवेश न कर पाया, इसका एकमात्र कारण परमेश्वर की नाम की महिमा उन लोगों के सामने नहीं कर पाया। അതിനെക്കുറിച്ച് മോശ തന്റെ അനുഭവത്തിൽ ഖേദത്തോടെ പറയുന്ന ഒരു വാക്യമാണ് ആവർത്തന പുസ്തകം 31-ന്റെ 2-ാം വാക്യം. व्यवस्था विवरण 21 का 2 आयत में मूसा बड़े दुख के साथ इस वचन को कहता है, എനിക്കിപ്പോൾ 120 വയസ്സായി, എനിക്ക് ഇനി പോകുവാനും വരുവാനും കഴിവില്ല. യഹോവൻ യോർദാൻ നീ കടക്കയില്ല എന്ന്. और उसने उनसे कहा, यह भी कहा कि आज मैं 120 वर्ष का हूँ और अब मैं चल फिर नहीं सकता, क्योंकि यहोवा ने मुझसे कहा है कि तू इस योर्दान पार नहीं जाने पाएगा। പ്രിയമുള്ളവരെ, എന്തോ ഒരു സങ്കടമാണ്. प्रिय लोगों, कितनी दुख की बात है। എനിക്ക് ദൈവം ഒരുക്കിയ ദേശത്തേക്ക് പ്രവേശിപ്പാൻ എനിക്ക് അനുവാദമില്ല. परमेश्वर ने तैयार किया हुआ देश में प्रवेश करने के लिए मुझे अनुमति नहीं है। നമുക്ക് ദൈവസേനയിൽ പറയണം, കർത്താവേ, അങ്ങയുടെ തിരുനാമ നിമിത്തം ഇതെനിക്ക് നഷ്ടപ്പെടുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. അങ്ങയുടെ തിരുനാമത്തിന് വേണ്ടി ഞാൻ ജീവിക്കാമെന്ന് നമുക്ക് ദൈവസേനയിൽ സമർപ്പിക്കാം. हमें परमेश्वर के सामने कहना है, आपके पवित्र नाम की वजह से मेरे साथ ऐसा ना होगा। आप जो आज्ञा देते हैं उस आज्ञा का पालन कर कर जीऊंगा मैं, ऐसा हमें प्रार्थना करना है। 32-ാം അധ്യായത്തിന്റെ ആവർത്തന പുസ്തകം 32-ന്റെ 49 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. व्यवस्था विवरण उसका 32 का 50 से लेके 52 तक हम पढ़ेंगे। നീ യെരിഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബാരി പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കി കാണുക. നിന്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് നിന്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലത്തിങ്കൽ ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നോട് അകൃത്യം ചെയ്തതുകൊണ്ടും ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നെ ശുദ്ധീകരിക്കായ കൊണ്ടും തന്നെ നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും, എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കയില്ല. उस अब्राहिम पहाड़ की नबो नाम चोटी पर जो मोआब देश में यरीहो के सामने है चढ़कर कनान देश जिसमें इसराइलियों की नीच भूमि कर देता हो उसको देख ले। तब जैसा तेरा भाई हारून और पहाड़ पर मरकर अपने लोगों से मिल गया, वैसे ही तू इस पहाड़ पर चढ़कर मर जाएगा और अपने लोगों में मिल जाएगा। इसका कारण यह है कि सीन जंगल में कादेश के मरीबा नाम सोते पर तुम दोनों ने मेरा अपराध किया, क्योंकि तुमने इस्राएलियों के मध्य में मुझे पवित्र न ठहराया। इसलिए वह देश जो मैं इस्राएलियों को देता हूँ तू अपने सामने देख लेगा, परंतु वहां जाने न पाएगा। ഞാൻ ഈ ഭാഗങ്ങളെല്ലാം വായിക്കുന്നതിന്റെ അർത്ഥം മോശ ഒരു 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 ബാഡ് വ്യക്തി എന്നുള്ളത് കാണിക്കുകയല്ല, നേരെ തിരിച്ച് ദൈവിക കൽപ്പന ദൈവം അതുപോലെ തന്നെ എല്ലാവരിലേക്കും പ്രായോഗികമാക്കുന്നു എന്നാ മനസ്സിലാക്കേണ്ടത്. ये तमाम बातों को मैं इसलिए नहीं पढ़ता ताकि हम ऐसा चित्र करें कि मूसा कोई बुरा व्यक्ति है, लेकिन उसके एवज में हमें ऐसा सोचना है परमेश्वर की जो आज्ञा है वो तमाम लोगों के लिए एक समान है। അതുകൊണ്ടാണ് നാം ഇതാ ഞെളിയാതെ ഭയപ്പെടുക എന്ന് റോമാലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. इसलिए रोमर की पत्री में प्रेरित पौलुस कहता है, हमें फूलना नहीं है, हमें नम्र होना है। നമുക്കാർക്കും അവകാശപ്പെടുവാനായിട്ട് കഴിയുന്നില്ല. ദൈവസേനയിൽ ഭയത്തോടെ വിറയലോടെ അവനെ അനുഗമിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടിയത്. हम में से कोई भी इसका कोई भी दावा नहीं कर सकता, केवल हम इतना कर सकते हैं पूर्ण मन के साथ आज्ञाकारी होकर विश्वास से परमेश्वर की आज्ञाओं को मानने के लिए अपने आप को पूर्णता सौंप दे। ദൈവമേ, നിന്റെ തേജസ് വെളിപ്പെടുവാനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയണം. परमेश्वर आपकी महिमा प्रकट होने के लिए मैं अपने आप को समर्पण करता हूँ, ऐसा हमको कहना चाहिए। എനിക്ക് ദേശം കണ്ടാൽ പോരാ, എനിക്ക് ദേശത്തിൽ പ്രവേശിക്കണം, എന്റെ സ്വസ്ഥതയുടെ ദേശത്തേക്ക് പ്രവേശിക്കണം.
मुझे केवल उस देश को देखना नहीं है, बल्कि उस विश्राम के जगह में, उस देश में मुझे प्रवेश करना है। ഏറ്റവും അവസാനമായിട്ട് മോശ കണ്ടത് എന്താണ്? आखिर में मूसा ने क्या देखा? അത്രയും നാള് താൻ നടത്തിക്കൊണ്ടുവന്ന ജനം പ്രവേശിപ്പാൻ പോകുന്ന ദേശം ദൂരെ നിന്ന് കണ്ടു. उतने साल तक जिस लोगों की अगुवाई की, जिन्हें उस देश में ले जाना था, उस देश को दूर से देखा। ആവർത്തന പുസ്തകം 34 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ व्यवस्था विवरण 34 का 4 आयत, അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ, ഞാൻ അത് നിന്റെ കണ്ണിനെ കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. तब यहोवा ने उससे कहा, जिस देश के विषय में मैंने इब्राहिम, इसहाक और याकूब से शपथ खाकर कहा था कि मैं इसे तेरे वंश को दूंगा, वह यही है। मैंने इसको तुझे साक्षात दिखला दिया है, परंतु तू पार होकर वहां जाने न पाएगा। ജനനം മുതൽ തെരഞ്ഞെടുത്തവൻ മോശ, जन्म से ही जिसको चुना गया था मूसा, ദൈവം ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നവൻ മോശ, परमेश्वर ने स्वयं प्रशिक्षण देकर जिसको लाया वो मूसा, ദൈവം തെരഞ്ഞെടുത്ത ജനത്തെ നയിക്കുവാൻ ദൈവം ശക്തീകരിച്ചത് മോശ, परमेश्वर ने चुना हुआ लोगों का नेतृत्व और अगुवाई करने के लिए बलवंत किया हुआ मूसा। ആ ജനം മുഴുവൻ ദൈവത്തിനെതിരെ നിന്നപ്പോൾ ദൈവത്തിന് വേണ്ടി നിലനിന്നവൻ മോശ. तमाम लोग जब परमेश्वर से बलवा किया तो परमेश्वर के लिए दृढ़ होकर खड़ा होने वाला प्रभु का दास मूसा। ദൈവത്തിന്റെ ഭാരം ചുമന്നവനായിട്ട് താൻ ജീവിച്ചവനെന്ന് നമുക്ക് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. परमेश्वर के बोझ को लादे हुए जीने वाला व्यक्ति, ऐसा पवित्र शास्त्र से हम मूसा के बारे में पढ़ते हैं। ഞാൻ ഒരവസരത്തിൽ ദൈവവചനം ധ്യാനിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു, എബ്രാഹിമിനെ മോശയെ ദൈവം വിളിച്ചത് to take the burden of the Lord and go to the people. एक मर्तबा वचन को ध्यान करते समय मैंने वचन में ऐसा लिखा, मूसा वो व्यक्ति है जिसे परमेश्वर ने चुना और कहा कि मेरा बोझ उठाकर उस लोगों का नेतृत्व करने निकल जाओ। മോശ പറയുന്നുണ്ട് എനിക്ക് കഴിവില്ല എന്ന്. मूसा कहता है मुझसे नहीं होगा। മോശയോട് ദൈവം പറയുന്നത് നീ അല്ല അത് പറയേണ്ടത്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്ത് നിന്റെ കഴിവുകേട് മനസ്സിലാക്കിയിട്ടാണ്. मूसा से परमेश्वर कहता है तुझे वो कहना नहीं है, तेरी कमजोरी को देखकर मैंने तुझे बुलाया है। ഒരിക്കൽ മോശ പറഞ്ഞു എനിക്ക് കഴിയില്ല, ഈ ജനത്തിൽ എനിക്ക് വിശ്വാസമില്ല. एक बार मूसा ने कहा मुझसे नहीं होगा, इस लोग में, ये प्रजा में मेरा कोई विश्वास नहीं है। നിന്റെ പേര് ചോദിച്ചാൽ പോലും എനിക്ക് അറിയില്ല. नाम पूछेगा तो भी मैं नहीं जानता। ദൈവം പറയുന്നത് നീ ഇതൊന്നും പറയേണ്ട, ഇതെല്ലാം ഞാൻ പറഞ്ഞു തരാം. परमेश्वर ने कहा तुझे ये कुछ जानने की जरूरत नहीं है, जो कहना है मैं तुम्हें बताऊंगा। ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ നിന്നെ അയക്കുന്നു, നീ പോക. मैं वो हूँ जो मैं हूँ, मैं भेजता हूँ, तुझे सिर्फ जाना है। നിന്റെ കഴിവുകേടുകളെല്ലാം എനിക്കറിയാം. तेरी तमाम कमजोरियों को मैं जानता हूँ। You be available to me. तू सिर्फ मेरे लिए उपलब्ध हो जा, മറ്റൊന്നും എനിക്ക് വേണ്ട. मुझे और कुछ नहीं चाहिए। അതിനുശേഷം നമ്മൾ ദൈവം മോശയെ ഉപയോഗിക്കും, നമ്മൾ വായിക്കുന്നുണ്ട്. और उसके बाद हम देखते हैं परमेश्वर मूसा का इस्तेमाल करता है। എന്നാല് ജനം നിമിത്തം തനിക്ക് തന്റെ ആ ടെമ്പർ നഷ്ടപ്പെട്ട അനുഭവത്തില് ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് താൻ അല്പം വിട്ടുപോയി. लेकिन लोगों के वजह से वो अपने आपा खो बैठा और उस क्षण भर में परमेश्वर की उस उपस्थिति से वो अलग हुआ। പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പറയേണ്ടത്, प्रिय लोगों, आज हमें परमेश्वर के सामने जो कहना है, കർത്താവെ ഞങ്ങൾ അങ്ങയെ അനുസരിച്ചു കൊള്ളാം. परमेश्वर हम आपकी आज्ञा को मानेंगे। ഞങ്ങൾ അങ്ങയെ ജീവിതത്തിലെ പൂർണ്ണമായിട്ടും അങ്ങയെ മാത്രം അനുസരിക്കാം. हम हमारी जीवन में पूर्णता आप ही का आज्ञा को मानेंगे। വിശ്വാസത്തോടുകൂടെ മുന്നേറാം. विश्वास के साथ आगे बढ़ेंगे। സാധ്യതകൾ ഒന്നുമില്ലെങ്കിലും കർത്താവെ നിന്റെ വാക്കിനെ ഞാൻ മുന്നേറാം. अगर कोई भी किसी भी प्रकार का संभावना ना हो तो भी आपके वचन को सुनकर मैं आगे बढ़ूंगा।
അത് മറ്റുള്ളവരോടുള്ള ദേഷ്യത്തിലല്ല, നേരെ തിരിച്ച് നിന്റെ ആത്മീയുടെ ബലത്തിലാണ് ഞാൻ മുന്നേറുന്നത്. वो दूसरों के प्रति क्रोध या गुस्से से नहीं, लेकिन आपकी आत्मिक प्रेरणा से मैं आगे बढ़ूंगा. ഇസ്രായേൽ ജനതയുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് നീ ജീവനാണോ മരണമാണോ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. इस्राएली लोगों का जीवन हमें सिखाता है, तू मृत्यु मौत या तू जीवन को चुनेगा. കർത്താവെ, എനിക്ക് അങ്ങയോട് കൂടെ ജീവിച്ചാൽ മതി, അതിനായിട്ട് ഞാൻ ഇവിടെ മരിപ്പാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നിനക്ക് നിത്യതയിൽ അവനോട് കൂടെ വാസം ചെയ്യാം. परमेश्वर मैं तेरे लिए जीना चाहता हूँ, यहाँ पर मरने के लिए भी तैयार हूँ. ऐसा अगर हम अपने आप को सौंप देते हैं तो हम उस अनंत जीवन में उस परमेश्वर के साथ राज्य करेंगे. കർത്താവെ, അങ്ങയുടെ തേജസ് മാത്രം എനിക്ക് കണ്ടാൽ മതി, അത് മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ അങ്ങയുടെ തേജസ്സിനായിട്ട് ഞാൻ ഇത് അങ്ങയിൽ മറയുന്നു എന്ന് പറഞ്ഞാൽ മതി. परमेश्वर मुझे केवल आपकी महिमा को देखना है और दूसरे लोग इस महिमा को देख पाए, जान पाए, ऐसा मैं आप में छिप जाना चाहता हूँ. നമുക്ക് ദൈവസേനമത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാം. हम परमेश्वर के सामने अपने आप को समर्पण करेंगे. ഇത് നമ്മുടെ സ്വയത്തിലല്ല, നേരെ തിരിച്ച് നമ്മുടെ സമർപ്പണത്തിലാണ് വിജയം വരിപ്പാൻ കഴിയുന്നത്. ये हमारे अपने आप में नहीं, लेकिन हमारे समर्पण के अनुसार हम उसमें जीत पाएंगे. ഇന്ന് രാത്രി നമ്മുടെ തലകളെ വണക്കാമോ? आज रात काल हमारे सिरों को झुकाएंगे, നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാമോ? हमारे हृदय को तैयार करेंगे. എവിടെയെല്ലാമാണ് പോരായ്മ വന്നു പോയിട്ടുണ്ടെന്ന് അവ ഏറ്റു പറയാമോ? जहाँ जहाँ कमी घटी आ गई है, क्या हम उसको अंगीकार और कबूल कर सकते हैं? എപ്പോഴെല്ലാമാണ് പിറുപിറുക്കുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്? जहाँ जहाँ कुड़कुड़ाने की अवस्था हुआ है, എപ്പോഴെല്ലാമാണ് മത്സരിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്? जहाँ कहाँ भी बलवा करने का मौका हुआ है, എപ്പോഴെല്ലാമാണ് ഞാൻ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്? और ऐसा कौन सा अनुभव है जहाँ मैंने परमेश्वर को दुख पहुंचाया? ദൈവത്തെ പരീക്ഷിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്? परमेश्वर को परखने की अवस्था, ഞാൻ ദൈവത്തെ വീണ്ടും വീണ്ടും മുഷിപ്പിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? परमेश्वर को बार बार खेदित करने की अवस्था क्या हुआ है मेरे जीवन में? കർത്താവേ, എന്നോട് ക്ഷമിക്കണം. परमेश्वर मुझसे क्षमा कर. ഈ യോർദാൻ കടക്കുവാനുള്ള കൃപ എനിക്ക് തരണം. इस यॉर्दन को पार करने की अनुग्रह मुझे देना. അങ്ങ് ഒരുക്കിയിരിക്കുന്ന നല്ല ദേശത്തേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. आपने मेरे लिए तैयार किया हुआ उस अच्छी जगह में अनंतता में प्रवेश करने के लिए मैं अपने आप को समर्पण करता हूँ. കർത്താവേ, എനിക്ക് അതിന് കൃപ തരണമേ. परमेश्वर मुझे उसके लिए अनुग्रह कृपा करना. കർത്താവേ, എനിക്ക് അതിനുള്ള കൃപ തരണമേ. ओ मसीह, मुझे उसके लिए कृपा देना. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു, കർത്താവ് കൃപ നൽകുവാനായിട്ട്. परमेश्वर के हाथों में सौंप देंगे, परमेश्वर कृपा अनुग्रह करने के लिए. യേശുവിൻ നാമത്തിൽ यीशु के नाम से आमीन.